ഏതൊരു സമുദായം ആക്ഷേപിക്കപ്പെടുന്നുവോ, ഏതൊരു സമുദായം നിന്ദിക്കപ്പെടുന്നുവോ, ഏതൊരു സമുദായം ഈ ദുനിയാവിൽ വെച്ച് മറ്റൊരാളാൽ മർദ്ദനത്തിനിരയാകുന്നുവോ, ആൾബലത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ ഈ ദുനിയാവിൽ നീതി കിട്ടാതെ വന്നാൽ ജഗത് നിയന്താവായ പടച്ചതമ്പുരാൻ നാളെ ആഖിറത്തിൽ വിചാരണയുടെ വേളയിൽ സകലമാന മനുഷ്യരെയും ജീവജാലങ്ങളെയും പർവ്വതങ്ങളെയും ആകാശങ്ങളെയും ഭൂമികളെയും സസ്യലതാദികളെയും വൃക്ഷലതാദികളെയും ഉദരജീവികളെയും പക്ഷിപറവാദികളെയും പ്രാണികളെയും പൂമ്പാറ്റകളെയും എറുമ്പിൻ കൂട്ടങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ മഹ്ശറ വൻസഭയിൽ ഹാജരാക്കിയിട്ട് ഒരാൾ മറ്റൊരാളോട് ചെയ്തതിന്റെ പ്രതികാരം പടച്ച തമ്പുരാൻ നാളെ അവന്റെ കോടതിയുടെ മുന്നിൽ വെച്ച് വിധി നിർണയം നടത്തും. ഇതുവരെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ ഹത്താ യുഖ്തസൽ ഷാത്തിൽ ജമ്മാഉ മിനൽ ഖർന. ഏതെങ്കിലും പാവപ്പെട്ട കൊമ്പില്ലാത്ത ഒരാടിനെ കൊമ്പുള്ള ഒരാട് ഈ ദുനിയാവിൽ വെച്ച് കുത്തി പരിക്കേൽപ്പിച്ചപ്പോ കൊമ്പില്ലാത്ത ആടിന് തിരിച്ചു പ്രതികാരം ചെയ്യാൻ കഴിയാതെ അത് അവശയായി പോയെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ ഈ കൊമ്പില്ലാത്ത ആടിനെയും ഈ കുത്തിയ കൊമ്പുള്ള ആടിനെയും ഹാജരാക്കിയിട്ട് കൊമ്പില്ലാത്ത ആടിനോട് കൊമ്പുള്ള ആടിനെ കുത്തി പരിക്കേൽപ്പിക്കാൻ നാളെ മഹ്ശറ വൻസഭയിൽ വെച്ച് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ കൊമ്പില്ലാത്ത ആടിന് വേണ്ടി നീതി നിർണയം നടത്തുകയും നീതി വാങ്ങുകയും നീതി വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മഹ്ശറ വൻസഭ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരുപാട് അമലുകളുമായി നാളെ ആഖിറത്തിലേക്ക് പോകുമ്പോ ആരും ആരെയും രക്ഷപ്പെടുത്താൻ കാണുകയില്ല. എന്നിവിടെ കൊലവിളി നടത്തുന്നവനും അതിരാഹ്വാനം നടത്തുന്നവനും ഗ്രൂപ്പിന്റെ നേതാക്കന്മാരും രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരും നമുക്ക് ചുക്കാൻ പിടിക്കുന്നവനും എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ സാന്ത്വനമായ തണലായ ഇണയായ തുണയായ നമ്മുടെ താങ്ങും തണലുമായ നമ്മുടെ എല്ലാമായ നമ്മുടെ രാപ്പനി മണത്തറിയുന്ന നമുക്ക് മക്കളെ സമ്പാദിച്ചു തരുന്ന നമ്മുടെ വസ്ത്രം അലക്കി തരുന്ന നമുക്ക് ഭക്ഷണം പാചകം ചെയ്തു തരുന്ന നമ്മുടെ വസ്ത്രം ഇസ്ത്രിയിട്ട് തരുന്ന നമ്മുടെ എല്ലാമായ നമ്മുടെ പ്രിയതമയായ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ പോലും നാളെ മഹ്ശറ വൻസഭയിൽ ഓർക്കാൻ കഴിയില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്, ഫലാ യദ്കുറു അഹദുൻ അഹദ. മഹദിയായ ആയിഷ ബി റളിയല്ലാഹു അൻഹാ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചില്ലേ, നബിയേ ഫഹൽ തദ്കുറൂന അഹ്ലീകും ഇന്ന യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഞങ്ങളെ ഓർക്കാൻ അങ്ങേക്ക് സമയമുണ്ടാകുമോ നബിയേ? ഞങ്ങൾ അവിടുത്തെ പത്നിമാരാണല്ലോ, ഞങ്ങൾ അവിടുത്തെ പ്രിയതമയാണല്ലോ, അവിടുത്തെ എല്ലാമാണല്ലോ, അവിടുത്തേക്ക് വേണ്ടി റൊട്ടി ചുട്ടു തന്നവരാണല്ലോ, അവിടുത്തേക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തവരാണല്ലോ, ഞങ്ങളെ കുറിച്ച് നാളെ ഓർക്കാൻ എനിക്ക് കഴിയുമോ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ, ആയിഷ നാളെ ആഖിറത്തിൽ നാളെ 3 സന്ദർഭങ്ങളിൽ അമ്മാ ഇൻദ സലാസതി മവാതിന ഫലാ യദ്കുറു അഹദുൻ അഹദ. 3 സന്ദർഭങ്ങളിൽ ആയിഷ ഒരാളും മറ്റൊരാളെ കുറിച്ച് ഓർക്കാൻ കഴിയില്ല. ആയിഷ നബിയുനാ റസൂലുള്ളാഹി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതാണ് മഹ്ശറിന്റെ അവസ്ഥ. സ്വന്തം ഭാര്യയെ കുറിച്ച് ഓർക്കാൻ സമയമില്ല, പിന്നെ മറ്റുള്ളവനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? മഹല്ലു കമ്മിറ്റിക്കാരെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? മഹല്ലു ഉസ്താദിനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? ഇ.പി. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? ഗ്രൂപ്പിന്റെ നേതാക്കന്മാരെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? ഓർക്കാൻ പറ്റുമോ? ഇവിടെ ഇന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവര് മരിച്ചു പോകും. പക്ഷെ മരിച്ചു പോയി കഴിഞ്ഞിട്ട് ഇടികൊള്ളുന്നവരാണ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആലിമീങ്ങളെല്ലാം നമ്മുടെ ആലിമീങ്ങളാണ്, മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഒരുപക്ഷെ അവർ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അവർ നമ്മൾ ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൻ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അവിടെയും ചർച്ച ചെയ്തിട്ടുണ്ട്. ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിന്റെ നേതാവ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി വഫാത്താകുന്ന സമയത്താണ് ഷാഫി ഇമാം ജനിക്കുന്നത്. ആ ഷാഫി ഇമാം ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നാട്ടിൽ പോയപ്പോ കുനൂത്ത് ബഹിഷ്കരിച്ചു, കുനൂത്ത് ഒഴിവാക്കി. ഇസ്ലാമിൽ നിന്ന് പുറത്തൊന്നും പോയില്ല ഷാഫി ഇമാം. ഇന്ന് കുനൂത്ത് ഓതിയില്ല, നിസ്കാരം ബാത്തിലായി പോയി. ഒരിക്കലും ബാത്തിലായില്ല. അതുകൊണ്ട് അബാദ് സുന്നത്തിൽപ്പെട്ട കാര്യമാണ് ഈ കുനൂത്ത്. ഒരുപക്ഷെ കുനൂത്ത് ഇല്ലാതെ വിട്ടുപോയാലും നമസ്കാരം ഒന്നും ബാത്തിലാവില്ല. പക്ഷെ ഷാഫി ഇമാം റഹ്മഹുല്ലാഹ് അബൂ ഹനീഫ ഇമാമിനെ അവിടെ പിൻപറ്റുകയാണ്. മഹത്വം ആദരിച്ചു, ബഹുമാനിച്ചു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഷാഫി പണ്ഡിതന്മാർ ഷാഫി മദ്ഹബിന്റെ മഹത്വം നമ്മളെല്ലാവരും ഇന്ന് രാവിലെ സുബഹിക്ക് ഖുനൂത്ത് ഓതുമെങ്കിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി
അബൂ ഹനീഫ ഇമാമിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ മദ്ഹബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വീകരിച്ചു. ഖുനൂത്ത് ആ ദിവസം ഒഴിവാക്കി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അവർക്ക് വല്ല പ്രശ്നം ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായില്ല. ഉലമാക്കൾക്കിടയിൽ ഇന്ന് ഷാഫി, ഇന്ന് ഹനഫി, ഇന്ന് ഹംബലി, ഇന്ന് മാലിക് മദ്ഹബുകളുണ്ട്. ഈ മദ്ഹബിനെ ഒന്നും നമുക്ക് എതിർക്കാൻ കഴിയില്ല. ഈ മദ്ഹബിനെ സ്വീകരിക്കാതെ നമുക്ക് ഒരു അമലും ചെയ്യാൻ പറ്റൂല. ഈ നാലാലൊരു മദ്ഹബ് കൊണ്ടല്ലാതെ കണ്ട് നമുക്ക് ഒരമലും ചെയ്യാൻ പറ്റുകയില്ല. ഓരോ വ്യക്താക്കളും ഓരോ നാട്ടിലും ഓരോ മദ്ഹബിന്റെ ഉടമകൾ കാണും. ഒരുപക്ഷെ ഏറ്റവും ഭൂരിപക്ഷം കൂടുതലും ഹനഫി മദ്ഹബുകളായിരിക്കും എന്ന് തോന്നുന്നു. എന്റെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഹനഫി മദ്ഹബുകളാണ്. അതേപോലെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവരാരും ഷാഫി ഇമാമോ ഹനഫി ഇമാമോ ഇവരൊക്കെ ചെറിയ ചെറിയ മസലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമാണെങ്കിൽ ഒരാളും ഒരാളെ കുറിച്ചും ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ അവിടുത്തെ പിൻഗാമികളായ അവിടുത്തെ ശിഷ്യന്മാർ മറ്റൊരു പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപിക്കുകയോ ചെയ്ത ചരിത്ര പാരമ്പര്യമില്ല. ഇതൊക്കെ ഇഖ്തിലാഫ്, അത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം. പക്ഷെ സാധാരണക്കാർ അതിനുവേണ്ടി കൊടിപിടിക്കാൻ നിൽക്കണ്ട. സാധാരണക്കാരൻ അതിനുവേണ്ടി ഒത്താശ പാടാൻ നിൽക്കണ്ട. നമുക്ക് വേണ്ടത് ഐക്യമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ മയ്യത്ത് നമസ്കരിക്കും, അയാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറും മിഹ്റാബും ലോകത്തെ മുസൽമാന് വേണ്ടി ഗർജിക്കുന്നു. നമ്മൾ അറിയുന്നുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഖത്തീബ് ഖുത്ബ പ്രഭാഷണം നടത്തി ആ ഖുത്ബയിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ലോകത്തെ മുസൽമാന് വേണ്ടിയിട്ട് ദുആ ചെയ്യാറുണ്ട്. ആര് ചെയ്യുന്നു? നമ്മളെല്ലാം ആമീൻ പറയുന്നു. എല്ലാ ഗ്രൂപ്പുകാരും ആമീൻ പറയുന്നു. എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും സി ഗ്രൂപ്പും ഡി ഗ്രൂപ്പും എല്ലാം ആമീൻ ആമീൻ പറയുന്നു. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് വഖാദിൽ ഹാജാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറുകളും മിഹ്റാബുകളും ഗർജിക്കുകയല്ലേ? പരിശുദ്ധമായ കഅബയിലെ മിമ്പർ പോലും ഗർജിക്കുകയല്ലേ? മദീന പള്ളിയുടെ ഉമ്മറപ്പടി ഗർജിക്കുകയല്ലേ? അല്ലാഹുവേ അല്ലാഹുവേ, ലോകത്തുള്ള വിശ്വാസിനികൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ലോകത്തുള്ള മുസ്ലിം സഹോദരന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. പടച്ചവരെ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കരകയറ്റണമേ അല്ലാ. അല്ലാഹുവിനോട് മുസ്ലിം ലോകത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഓരോ മിമ്പറും ഓരോ മിഹ്റാബ്. അല്ലാഹുമ്മ അജ്ർനി, എന്നെ നീ സ്വർഗ്ഗത്തിലേക്ക് കയറ്റണമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നല്ല ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അജ്ർനാ, പടച്ചവനെ ഞങ്ങളെ നീ സ്വർഗ്ഗലോകത്തേക്ക് കയറ്റണമേ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. വഅദ്ഖിൽനാ ബിറഹ്മതിക റബ്ബനാ ദാറക ദാറസ്സലാം. പടച്ചവനെ, ദാറുസ്സലാം എന്ന സ്വർഗ്ഗലോകത്തേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. പടച്ചവനെ, സ്വർഗ്ഗലോകത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ പടച്ചവനെ എന്ന് എല്ലാ നമസ്കാരത്തിന് ശേഷവും ഇമാമികൾ ദുആ ചെയ്യുമ്പോ നമ്മൾ ആമീൻ പറയുന്നില്ലേ? വഅദ്ഖിൽനൽ ജന്നത, പടച്ചവനെ ഞങ്ങളെ നീ സ്വർഗ്ഗത്തിലേക്ക് കയറ്റണമേ അല്ലാ. ഓരോ നമസ്കാരത്തിൽ അത്തഹിയാത്ത് ഓതുമ്പോൾ ലോകത്തെ മുസൽമാൻ അവന്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത്തഹിയാത്ത് ഓതുമ്പോ ലോക മുസ്ലിമേ, നീ പള്ളിയിൽ നമസ്കരിച്ചാലും വീട്ടിൽ നമസ്കരിച്ചാലും നമ്മുടെ ഉമ്മ പെങ്ങന്മാര് വീട്ടിൽ നമസ്കരിച്ചാലും അത്തഹിയാത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നത് ആർക്കാണെന്നറിയുമോ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പടച്ചവരെ, ഞങ്ങൾക്ക് നീ സമാധാനം നൽകണമേ. സാലിഹീങ്ങളായ ലോകത്തുള്ള നിന്റെ ദാസന്മാരുണ്ടല്ലോ, നിന്റെ ദാസിമാരുണ്ടല്ലോ, അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിലും മക്ക പള്ളിയിലും വെച്ച് ദുആ ചെയ്തുവെങ്കിൽ, അത്തഹിയാത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നുവെങ്കിൽ അവിടെ ഗ്രൂപ്പില്ലായിരുന്നു സഹോദരാ. ആരുടെ അന്ത്യമാണ് ശരിയാവുക, ആരുടെ അന്ത്യമാണ് മോശമാവുക, ആരുടെ അന്ത്യമാണ് രക്ഷപ്പെടുക എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയില്ല. ഓരോ സന്ദർഭത്തിലും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ തബ്ബിത് ഖൽബി അലാ ദീനിക വ തഅതിക വ ഈമാനിക. പടച്ചവനെ,
എന്റെ ഹൃദയത്തെ നിന്റെ ദീനിലും നിന്റെ വെളിപ്പെടലിലും നിന്റെ താഴത്തിലും നിന്റെ വിശ്വാസത്തിലും ഉറപ്പിച്ചു നിർത്തണേ അല്ലാ, ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഇന്ന് കഅബയിലേക്ക് പോകുമ്പോ, ഇന്ന് അറഫായിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഈ ദുആ നിങ്ങൾ കൂടുതൽ ചെയ്യണമേ എന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ ദുനിയാവിൽ വെച്ച് ഈമാൻ പതറിപ്പോകാതിരിക്കാനാണത്. ഏതെങ്കിലും ഒന്ന് കാണുമ്പോ നമ്മുടെ ഈമാൻ മാറിപ്പോകാതിരിക്കാനാണത്. നാളെ മഹ്ശറാവൻ സഭയിലേക്ക് പോയാൽ നമ്മെ ഇവിടെ പിഴപ്പിച്ച ഒരാൾ പോലും ആഖിറത്തിൽ നമ്മെ സഹായിക്കാൻ കാണുകയില്ല. ദുനിയാവിൽ വെച്ച് പിഴപ്പിച്ച വർഗങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാട്ടിക്കൊടുക്കുമത്രേ. വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിദിൻ ബിബനീ വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീ. നാളെ മഹ്ശറയിൽ ഓരോരുത്തരും വിലപിക്കുന്ന രംഗമാണിത്. ഞാനും നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഉപ്പയെ അവഗണിക്കുകയാണ്. എത്ര വലിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും, എത്ര വലിയ സംഘമുണ്ടെങ്കിലും, എത്ര വലിയ രാഷ്ട്രീയക്കാരൻ സ്വന്തം പിതാവിനെ ആരും അവഗണിക്കാറില്ല, സ്വന്തം ഉമ്മയെ ആരും അവഗണിക്കാറില്ല. സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുമക്കളുണ്ടല്ലോ, നമ്മുടെ കരളിന്റെ കഷണങ്ങളുണ്ടല്ലോ. ഉപ്പ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഉപ്പാ ഉപ്പാ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ. ഈ കുഞ്ഞുമക്കളോടുള്ള സ്നേഹം നമ്മൾ മറ്റാരോടും കാണിക്കാറില്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ കുഞ്ഞുമക്കൾ നിങ്ങൾക്കെതിരെ നാളെ വരുമത്രേ. ഈ കുഞ്ഞുമക്കൾക്കെതിരെ നിങ്ങളും നാളെ മഹ്ശറിൽ വരുമത്രേ. ഓരോ മനുഷ്യനും അവന്റെ സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളെ പോലെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ സമർപ്പിക്കും. അല്ലാ, എന്നെ എന്റെ മക്കളെ പ്രായച്ചിത്തം നൽകിയിട്ട് എന്നെ രക്ഷപ്പെടുത്തുമോ അല്ലാ. ഓരോ മനുഷ്യനും നാളെ മഹ്ശറിൽ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വിലപിക്കുന്ന രംഗമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ولا يسأل حميم حميما ولا يسأل حميم حميما. ഇന്ന് ട്രിപ്പിൾ അടിച്ചിട്ട് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരാ, ബാല്യക്കാരാ, കൂട്ടുകാരാ, ഇന്ന് കോളേജുകളിൽ പോകുമ്പോ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ ഇല്ലേ നിങ്ങൾക്ക്? ഇന്ന് ഓരോ കൂട്ടുകാരും നിങ്ങൾക്കുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്ന് നിങ്ങൾ യാത്ര ചെയ്യുമ്പോ നിന്റെ ഉറ്റ സുഹൃത്തുമായിട്ടല്ലാതെ യാത്ര ചെയ്യുകയില്ല. ഉറങ്ങാൻ കിടക്കുമ്പോ ഉറ്റ സുഹൃത്തുമായിട്ടല്ലാതെ ഉറങ്ങാൻ കിടക്കുകയില്ല. ഭക്ഷണം കഴിക്കുമ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഉറ്റ സുഹൃത്തിനെ കൂട്ടാതെ ഭക്ഷണം കഴിക്കുകയില്ല. സിനിമയ്ക്ക് പോയാലും ഉറ്റ സുഹൃത്തിനെ കൂട്ടാതെ സിനിമയ്ക്ക് പോവുകയില്ല. കളി കാണാൻ പോയാലും, സീരിയല് കണ്ടാല്, ക്രിക്കറ്റ് കളി കണ്ടാല്, ഫുട്ബോൾ കളി കണ്ടാല്, മതപ്രസംഗത്തിന് വന്നാൽ പോലും തന്റെ ഉറ്റ സുഹൃത്തില്ലാതെ ഈ യാത്രകളൊന്നും നീ ചെയ്യുകയില്ല എങ്കിൽ ഈ ഉറ്റ സുഹൃത്തുണ്ടല്ലോ നിനക്കെതിരെ നാളെ വരുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. നാളെ മഹ്ശറാവൻ സഭയിലെ ഭയാനകത നീ നേരിട്ട് കാണുമ്പോ വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരാളും തന്റെ അടുത്ത ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും ചോദിക്കുകയില്ലത്രേ. അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, തുവഫിയ റജുലുൻ മിനസ് സ്വഹാബ, സഹാബാക്കളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടപ്പോ ഒരു സഹാബി ആ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, അബ്ശിർ ബിൽ ജന്ന, അബ്ശിർ ബിൽ ജന്ന. ഇദ്ദേഹം സ്വർഗത്തിലാണ് നബിയെ, ഇദ്ദേഹം സ്വർഗത്തിലാണ് നബിയെ, ഇദ്ദേഹം സ്വർഗ വാർത്ത കൊണ്ട് ഇദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കോ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്നിഹിതനായിരിക്കുന്ന ആ സദസ്സിൽ വെച്ചൊരു സഹാബി പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ നീ പറയരുത്. അവലാ തദ്രി ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി. ഒരുപക്ഷേ അനർത്ഥമായ വാക്കുകൾ സംസാരിച്ച വ്യക്തിയായിരിക്കാം അദ്ദേഹം, അനാവശ്യ വാക്കുകൾ പറഞ്ഞ വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് ഒരാളെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വന്ന സഹാബിക്ക് താക്കീത് നൽകി.
പിന്നെ എന്താണ് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കുക, ദറജാത്തുകൾ ഉയർത്തി കൊടുക്കുക, അവർക്ക് നീ നന്മകൾ ചെയ്യുക, അവരുടെ ഖബറിന്റെ ജീവിതം ബർസഖി ജീവിതം എളുപ്പമാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഇതാണ് നാം ഒരു മനുഷ്യന് വേണ്ടി ചെയ്യേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തുറലുൽ അഅമാലു അലൽ ആബാഇ ഫീ കുല്ലി ജുമുഅ. എല്ലാ വെള്ളിയാഴ്ച രാവുകളിലോ അതിന്റെ പകലിലോ ഖബറടക്കപ്പെട്ട ഖബറിനകത്തുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് അവരുടെ അമലുകൾ വെളിവാക്കി കൊടുക്കുമത്രേ. നമ്മുടെ അമലുകൾ വെളിവാക്കി കൊടുക്കുമത്രേ. ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന മക്കളെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മാതാപിതാക്കളുടെ ഖബറിലേക്ക് മലക്കുകൾ വെളിവാക്കി കൊടുക്കും എല്ലാ വെള്ളിയാഴ്ച ദിവസവും. ഫയഫ്റഹൂന ബിഹസനാതിഹിം, അവരാ നന്മകൾ കണ്ട് ആസ്വദിക്കുമത്രേ. വതസ്ദാദു വുജൂഹുഹും ബയാദൻ വഇശ്റാഖാ. ഏതൊരു മാതാപിതാക്കളുടെ സന്താനങ്ങൾ ഈ ഭൂലോകത്ത് നന്മ ചെയ്യുന്നവരായി മാറുന്നുവോ, നന്മയുടെ വക്താക്കളായി മാറുന്നുവോ, ധർമ്മധാരയിൽ സഞ്ചരിക്കുന്നവരാകുന്നുവോ, ഫയഫ്റഹൂന ബിഹസനാതിഹിം, ആ മാതാപിതാക്കൾ അവരുടെ നന്മകൾ കണ്ടുകൊണ്ട് ഖബറിൽ സന്തോഷിക്കുമത്രേ. വതസ്ദാദു വുജൂഹും ബയാദൻ വഇശ്റാഖാ, അവരുടെ മുഖം അങ്ങനെ പ്രസാദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫത്തഖുല്ലാഹ വലാ തൂദൂ മൗതാകും. അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണമേ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ, അവനെ നിങ്ങൾ വഴിപ്പെടണമേ. വലാ തൂദൂ മൗതാകും, നിങ്ങളിൽപ്പെട്ട മരണപ്പെട്ടവരെ നിങ്ങൾ കുറ്റം പറയരുതേ, അവരെ പരിഹസിക്കരുതേ, അവരെ നിന്ദിക്കരുതേ, അവരെ അവഹേളിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ഒരാൾക്ക് വേണ്ടി നന്മ ചെയ്യാത്തത് അവരെ അവഹേളിക്കലാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി നന്മ ചെയ്യാത്തത് അവരെ അവഹേളിക്കലാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഈസാല് സവാബ് ചെയ്യാത്തത് അവരെ അവഹേളിക്കലാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതാത്തത്, അവർക്ക് വേണ്ടി സദഖ ചെയ്യാത്തത്, അത് ആ മരിച്ചുപോയവരെ അവഹേളിക്കുന്നതിന് തുല്യമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മയ്യത്തടക്കം ചെയ്തിട്ട് ആ മയ്യത്തിന്റെ ഖബറിന്റെ ഓരത്ത് നിന്ന് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ല നിങ്ങൾ അല്പം നിൽക്കണമേ, പോകരുതേ പോകരുതേ. ഇസ്തഗ്ഫിറൂ ലി അഖീകും, ഇസ്തഗ്ഫിറൂ ലി അഖീകും ഫഇന്നഹുൽ ആന യുസ്അൽ വസലൂ ലഹു അത്തസ്ബീത്. നിങ്ങളാരും പോകരുതേ, നിങ്ങളുടെ സഹോദരന് വേണ്ടി മഗ്ഫിറത്ത് ചോദിക്കണമേ, നിങ്ങളുടെ സഹോദരന് വേണ്ടി ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, നിങ്ങളുടെ സഹോദരന്റെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കണമേ. നിങ്ങൾ ആരും പോകരുതേ. ആ ഖബറിന്റെ ഓരത്ത് നിന്നുകൊണ്ട് ആ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ, ഖബറാളികൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ഖബറാളികൾക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ. ആ ഖബറാളികളെ ചോദ്യം ചെയ്യാൻ വരുമ്പോ അവർക്കവിടെ സുസ്ഥിരതയുണ്ടാകുന്നതിന് വേണ്ടി അവരുടെ ചോദ്യത്തിന്റെ മുന്നിൽ പതറിപ്പോകാതെ ധൈര്യസമേതം സ്ഥൈര്യത്തോടെ മുൻകര നക്കീറിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ വിറങ്ങലിച്ചു പോകാതെ വിറച്ചു പോകാതെ മറുപടി പറയാനുള്ള ചങ്കൂറ്റത്തിന് വേണ്ടി നിങ്ങൾ ആ ഖബറിന്റെ അരികെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി യാചിക്കണമേ, ചോദിക്കണമേ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖബറാളികളോടുള്ള ഉത്തരവാദിത്തമാണത്, മരണപ്പെട്ടവരോടുള്ള ഉത്തരവാദിത്തമാണത്. വലാ തൂദൂ മൗതാകും, നിങ്ങൾ നിങ്ങളുടെ മരണപ്പെട്ടു പോയവർക്ക് നിങ്ങൾ ഒരു നിലയ്ക്കും അവഹേളന നടത്തരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സാറ ഖബ്റ അബവൈഹി ഫീ കുല്ലി ജുമുഅ കുതിബ ലഹു ബർറാ. ആരൊരാൾ തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി വെള്ളിയാഴ്ച രാവിൽ ദുആ ചെയ്യുന്നുവോ അവർക്ക് നന്മ രേഖപ്പെടുത്തപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മരണപ്പെട്ടവരെ അനാവശ്യങ്ങൾ വിളിച്ചു പറയരുതേ, അവരെ വേദനിപ്പിക്കരുതേ, അവരെ പ്രയാസപ്പെടുത്തരുതേ. എത്ര മോശക്കാരനായാലും എത്ര നല്ലവനായാലും മരിച്ചുപോയവനെ കുറ്റം പറയരുതേ, മരിച്ചുപോയവരെ കുറ്റം പറയരുതേ. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരാളെ പോലും ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ആരെയും ആക്ഷേപിച്ചിട്ടില്ല, ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. പരിശുദ്ധ പ്രവാചകന്റെ വഴികളെ സ്വീകരിക്കുന്ന നമുക്ക് വേണ്ടത് നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിം സമുദായം നമ്മെ ആരെയും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ നിന്ദിക്കാനോ പരിഹസിക്കാനോ പാടില്ല. ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണിത്, പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ വലാ തൽമിസൂ أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. പരിശുദ്ധ ഖുർആനിന്റെ സാരഥികളാണ് നമ്മൾ, പരിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മൾ. പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ വിളിയാളമാണ്, ലോകത്തിന്റെ സന്ദേശമാണ്. ലോക മുസ്ലിമേ നിന്റെ വഴികാട്ടിയാണ്. മുത്തഖീങ്ങളെ, അല്ലാഹുവിനെ വഴിപ്പെടുന്നവരെ, സ്വർഗലോകത്തെ പ്രതീക്ഷിക്കുന്നവരെ അവർക്കുള്ള വഴികാട്ടിയാണ് പരിശുദ്ധ ഖുർആനെങ്കിൽ അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين. നിസ്സംശയം പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങളുടെ വഴികാട്ടിയാണ്. അവരെ യഥാർത്ഥ വഴികളിലേക്ക് സത്സരണിയിലേക്ക് സ്വർഗത്തിന്റെ പന്ഥാവിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഗ്രന്ഥത്തെ വിശ്വസിക്കാത്തവൻ ഈമാനില്ലാത്തവനാണ്, വിശ്വാസമില്ലാത്തവനാണ്. അവൻ നാളെ നരകകുണ്ടാരത്തിന്റെ അടിമയാണ്. അവൻ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാനുള്ള അവസരമില്ല. ആ പരിശുദ്ധ ഖുർആൻ ഓതാതെ, പരിശുദ്ധ ഖുർആനോടുള്ള ഹക്ക് നിറവേറ്റാതെ ആരൊരാൾ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നുവോ ആ ഖുർആൻ നാളെ അവനെതിരായി ഭമിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ഖുർആൻ നാളെ അവനെതിരെ ശാപപ്രാർത്ഥന നടത്തുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് നാളെ ഖുർആൻ ശഫാഅത്ത് ചെയ്യുമെന്നും നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ പുണ്യമായ രാപ്പകലുകളെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നില്ലയോ? പകലിന്റെ സമയങ്ങളിൽ നോമ്പ് പിടിക്കുകയും അതിന്റെ രാത്രി സമയങ്ങളിൽ ഖുർആൻ ഓതുകയും ചെയ്താൽ നാളെ മഹ്ശറ വൻസഭയിൽ രണ്ട് കാര്യമാണ് നാളെ നമുക്ക് വേണ്ടി റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുന്നത്, ശുപാർശ ചെയ്യുന്നത്. ഒന്ന്, പകലിന്റെ സമയത്തുള്ള നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമത്രേ. രണ്ട്, പാതിരാ സമയത്ത് ഉറക്കമിളിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തിയാൽ ആ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ആ ഖുർആനിന് അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ഏതൊരു മാതാവ്, ഏതൊരു പിതാവ് തന്റെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചുവോ, ഖുർആൻ കാണാതെ പഠിപ്പിച്ചുവോ, തന്റെ മക്കളെ ഹാഫിളീങ്ങളാണെന്ന് ഏതൊരു മാതാപിതാക്കൾ അഭിമാനം കൊള്ളുന്നുവോ, നാളെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ ഉന്നത സോപാനങ്ങളിലേക്ക് ഹാഫിളീങ്ങളായ മക്കൾ തന്റെ മാതാപിതാക്കളെ കൈക്ക് പിടിച്ചുകൊണ്ട് ഓരോ ആയത്തും ഓതി സ്വർഗത്തിന്റെ പടവുകളെ കയറി സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വെറുതെയല്ല, വലതുഭാഗത്ത് തന്റെ ഉപ്പാ
ഉപ്പാന്റെ കൈ പിടിക്കുമ്പോ ആ ഉപ്പാന്റെ നരകം തലയിൽ താജെന്ന കിരീടമാ. ഇടത് ഭാഗത്ത് തന്റെ ഉമ്മാന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നടുക്ക് നിന്നുകൊണ്ട് ഹാഫിളായ തന്റെ മക്കള് തന്റെ മാതാപിതാക്കളെ തൊളിച്ചു കൊണ്ടുപോകുമ്പോ ഉപ്പാക്കും ഉമ്മാക്കും ഒരു കിരീടം സമ്മാനിക്കപ്പെടുമെന്നും ആ കിരീടത്തിന്റെ അവകാശികളായി ഹാഫിളായ തന്റെ മക്കളുടെ നേതൃത്വത്തിൽ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനമാനം അലങ്കരിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചുകൊണ്ട് ഖുർആനിന്റെ വഴികളെ തെരഞ്ഞെടുത്തവർക്ക്, ഖുർആനിന്റെ വാക്കുകളെ സ്വീകരിച്ചവർക്ക്, ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെ അംഗീകരിച്ചവർക്ക് അവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിനെ, ആ ഖബർ, ആ മണ്ണ് ആ മയ്യത്തിനെ വേദനിപ്പിക്കുകയില്ല. പരിശുദ്ധ ഖുർആനാണിത്, ഖുർആനിന്റെ ഉള്ളടക്കമാണിത്, ഖുർആനിന്റെ സൂക്തങ്ങളാണിത്, ഖുർആനിന്റെ വചനങ്ങളാണിത്. ഈ ഖുർആൻ അള്ളാന്റെ ഗ്രന്ഥമാണ്, അള്ളാന്റെ സത്യസന്ദേശമാണത്. ദിവ്യ സന്ദേശമായ ഖുർആനിനെ വേദനിപ്പിക്കാൻ ആ ഖബറുകൾ തയ്യാറാവുകയില്ല. അല്ല എങ്കിൽ ഒരു മനുഷ്യനെ പോലും ഖബർ വെറുതെ വിടുകയില്ല, ഒരാളെ പോലും ഖബർ വെറുതെ വിടുകയില്ല. ഒരു പൊന്നുമോൾ, ഒരു കുഞ്ഞുമോൾ, ഒരു കൊച്ചുകുട്ടിയെ അല്ലാഹുവിന്റെ റസൂല് ഖബറടക്കം ചെയ്തതിനു ശേഷം ആ ഖബറിന്റെ ഓരത്ത് നിന്ന് നിറ കണ്ണുകളോട് ലോകത്തോട് വിളിച്ചു പറയുകയാ, ഇന്നലിൽ ഖബരി ലമ്മാ, തീർച്ചയായും ഖബറിനൊരുഞ്ഞെരുക്കമുണ്ട് സ്വഹാബത്തെ, ഖബറിഞ്ഞെരുക്കും സ്വഹാബത്തെ. ലൗ കാന അഹദുൻ മിൻഹാ നാജിയാ ലകാന ഹാദാ സബീ. ആരെയെങ്കിലും ഖബർ വെറുതെ വിടുമായിരുന്നെങ്കിൽ, ആരെയെങ്കിലും ഖബർ ഞെരുക്കാതെ വെറുതെ വിടുമായിരുന്നെങ്കിൽ ലകാന ഹാദാ സബീ, ഈ പൊന്നു മോനെ ഖബർ വെറുതെ വിടുമായിരുന്നു. അതുകൊണ്ട് സഹാബത്തെ ഖബർ വെറുതെ വിടുകയില്ല, ഒരാളെ പോലും ഖബർ വെറുതെ വിടുകയില്ല. ആ സാഹചര്യത്തിൽ പരിശുദ്ധ ഖുർആൻ ആരൊരാൾ മനപ്പാഠം ചെയ്തുകൊണ്ട് ആ ഖുർആനിന്റെ വഴികളെ സ്വീകരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കുന്നുവോ ആ വ്യക്തിയുടെ ഖബർ സ്ഥാനത്തിലേക്ക് ആ ശരീരത്തെ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ശരീരത്തെ മണ്ണ് ഒന്നും ചെയ്യുകയില്ല, ഖബർ ഒന്നും ചെയ്യുകയില്ല. കാരണം അത് അല്ലാഹുവിന്റെ ഖുർആന്റെ സന്ദേശങ്ങളാ. അതുകൊണ്ട് ഖുർആനിന് അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ പർവ്വതം തവിട് പൊടിയായി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ جبل لرأيت خاشعا متصدعا خاشعا متصدعا من خشية الله خاشعا متصدعا من خشية الله. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെങ്ങാനും പർവ്വത സാനുക്കളുടെ മുകളിലേക്ക് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിനോടുള്ള ഭവ്യത ഓർത്തുകൊണ്ട്, പരിശുദ്ധ ഖുർആനിനോടുള്ള ഹക്ക് ഓർത്തുകൊണ്ട്, പരിശുദ്ധ ഖുർആനിനോടുള്ള ബാധ്യതകളെ തനിക്ക് നിറവേറ്റാൻ കഴിയാതെ വന്നുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തകർന്ന് തരിപ്പണമാകുമെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ആ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കണമേ മാനവലോകമേ. ആ ഖുർആന് കളിയല്ല, ഖുർആന് ചിരിയല്ല, ഖുർആന് തമാശയല്ല, ഖുർആന് രസമല്ല, വഴികാട്ടിയാണ്, സ്വർഗത്തിലേക്കുള്ള പാതയാണ്, നരകത്തിന്റെ രക്ഷാകവാടമാണ്. സ്വർഗത്തിലേക്കുള്ള പാതയാണ്, നരകത്തിന്റെ മറയാണ് ഖുർആൻ. ആ ഖുർആനാണ് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്, വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു സമുദായവും അടുത്ത സമുദായത്തെ ആക്ഷേപിക്കല്ലേ, പരിഹസിക്കല്ലേ, കളിയാക്കല്ലേ, നിന്ദിക്കരുതേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിച്ചവരാണല്ലോ മക്കക്കാരായ കുഫാറുകൾ. തായിഫിന്റെ തെരുവോരങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ പോയപ്പോ പരിശുദ്ധ പ്രവാചകൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ച ധിക്കാരി വർഗം ഹബീബായ തങ്ങളുടെ മുബാറക്കായ ശരീരത്തിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുമ്പോ തായിഫിന്റെ മണ്ണിലെങ്ങാനും ഹബീബായ തങ്ങളുടെ മുബാറക്കായ രക്തം വീണുപോയാൽ
തായിഫിനെ അല്ലാഹു തആല തകിടം മറിക്കുമെന്നതിൽ രണ്ടർത്ഥമില്ല, സംശയമില്ല. പക്ഷേ ലോകത്തിന്റെ കാരുണ്യവാൻ, ലോകത്തിന്റെ വിപ്ലവം, ലോകത്തിന്റെ വസന്തം, മാനവ ജീവിതത്തിന്റെ മുന്നിലെ വഴികാട്ടിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ച തായിഫിന്റെ മക്കൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്താൻ അല്ലാഹുവിന്റെ റസൂൽ തയ്യാറായില്ല സഹോദര. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന രക്തത്തിന്റെ തുള്ളി ഹബീബായ തങ്ങൾ ഒരു തുണി കൊണ്ട് തുടച്ചു മാറ്റുകയാ. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞില്ലേ, ലൗ ലഅൻതഹും യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയെ വേദനിപ്പിച്ചവരാണിവർ, അങ്ങയെ വേദനിപ്പിച്ചവരാണിവർ, അങ്ങയെ പീഡിപ്പിച്ചവരാണിവർ, അങ്ങയുടെ മുതുകത്ത് ചവിട്ടിയവരാണിവർ, അങ്ങയുടെ മുഖത്തടിച്ചവരാണിവർ, അങ്ങയുടെ പല്ലടിച്ചു കൊഴിച്ചവരാണ്, അങ്ങയ്ക്ക് ദാഹജലം പോലും തരാതെ ഉപരോധം ഏർപ്പെടുത്തിയവരാണ്. ലൗ ലഅൻതഹും യാ റസൂലല്ലാഹ്, അവരെ ശപിക്കൂ നബിയേ, അവരെ ശപിക്കൂ നബിയേ, ശാപപ്രാർത്ഥന നടത്തൂ നബിയേ, അവരെ ആക്ഷേപിക്കൂ നബിയേ, അവരെ അധിക്ഷേപിക്കൂ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞപ്പോ മാ ബുഇസ്തു ലഅനാ ഇന്നമാ ബുഇസ്തു റഹ്മതൻ, ലോകത്തിന്റെ കാരുണ്യവാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഗുരുനാഥരായ മുഹമ്മദ് മുസ്തഫ, ജിബ്രീലിന്റെ സതീർത്ഥ്യനായ മുഹമ്മദ് മുസ്തഫ, മാലാഖമാരുടെ ആനന്ദമായ മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞ വാക്കെന്താണ്? ഞാൻ ആരെയും ശപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല, ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല, ആരെയും പരിഹസിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല, ആരെയും നിന്ദിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല. ഇന്നമാ ബുഇസ്തു റഹ്മതൻ ലിൽ ആലമീൻ, ലോകങ്ങളുടെ മുഴുവനും രക്ഷയും, ലോകങ്ങളുടെ മുഴുവനും സത്യവും, ലോകങ്ങളുടെ മുഴുവനും ഉദാരതയും, ലോകങ്ങളുടെ മുഴുവനും കാരുണ്യവും, ലോകങ്ങളുടെ മുഴുവനും വസന്തവും, ലോകങ്ങളുടെ ഐക്യവും, ലോകങ്ങളുടെ സാഹോദര്യവും, ലോകങ്ങളുടെ സഹിഷ്ണുതയുമാണ് ഞാനെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ ഹിജാസിന്റെ മണ്ണിൽ വെച്ച് പറഞ്ഞെങ്കിൽ ആ നബി തങ്ങളുടെ നാവിലൂടെ നമുക്ക് അല്ലാഹു അറിയിച്ചു തന്ന ഖുർആനിലൂടെയാ പറയുന്നത്, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരാളും മറ്റൊരാളെ ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്, കളിയാക്കരുത്, പരിഹസിക്കരുത്. ആഖിബത്ത് ആരുടെയാണ് നന്നാവുക എന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലുള്ള മയ്യത്തിന്റെ അരികത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞ സഹാബിയെ പോലും താക്കീത് ചെയ്തെങ്കിൽ ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി, ഒരുപക്ഷെ അറിയാതെ അനാവശ്യമായി ഒരാളെ കുറിച്ച് വല്ലതും പറഞ്ഞു പോയ വ്യക്തിയാണ് ഈ കിടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അള്ളാന്റെ അടുക്കൽ ഇദ്ദേഹത്തിന് ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് ഒരാൾ സ്വർഗത്തിലാണെന്ന് പറയാൻ നിനക്ക് അവകാശമില്ല. അത്രത്തോളം സൂക്ഷ്മത പുലർത്തുകയാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങളെങ്കിൽ ആരെയും കളിയാക്കാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. ഒരൊറ്റ ചരടിലെ മക്കളാണ്, ഒരു സമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളാണ് നമ്മൾ. ഏതൊരു ഇമാമിനെ പിൻപറ്റിക്കൊണ്ട് നമസ്കരിക്കുന്നുവോ, ലോകത്ത് എത്രയെത്ര പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട്, ലോകത്ത് എത്രയെത്ര മതകാര്യ വകുപ്പുകളുണ്ട്, ലോകത്ത് എത്രയെത്ര മതങ്ങളുണ്ട്, ലോകത്ത് എത്രയെത്ര മതനേതാക്കളുണ്ട്, ലോകത്ത് എത്ര ബുദ്ധവിഹാരങ്ങളുണ്ട്, എത്ര ഗുരുദ്വാരകളുണ്ട്, എത്ര അമ്പലങ്ങളുണ്ട്, എത്ര ചർച്ചുകളുണ്ട്. ഇവിടെയൊന്നും കാണാൻ കഴിയാത്ത ജനകീയ ജനാധിപത്യത്തിന്റെ വർണ്ണഭംഗിയാണ് പരിശുദ്ധമായ പള്ളികളിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ഒരൊറ്റ ഇമാമിന്റെ തക്ബീറിന്റെ മണികളോടുകൂടി ആയിരങ്ങളും പതിനായിരങ്ങളും ഒരേപോലെ അണിഞ്ഞു നിൽക്കുകയും ഒരേപോലെ തോളോട് ചേർന്ന് നിൽക്കുകയും ഒരേപോലെ സുജൂദ് ചെയ്യുകയും ഒരേപോലെ അത്തഹിയാത്തിലിരിക്കുകയും ചെയ്യുന്ന പാവനത്വം ലോകത്ത് ഒരൊറ്റ ആരാധനാലയങ്ങളിൽ കാണാൻ കഴിയില്ല. അത് പരിശുദ്ധ ഇസ്ലാമാണ് ലോകത്ത് പഠിപ്പിച്ചു തന്നതെങ്കിൽ മദീന പള്ളിയിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഴങ്ങിക്കേട്ട
അതേ ബാങ്ക് തന്നെയാണ് 21-ാം നൂറ്റാണ്ടിൽ ഈ ആലമ്പാടി പള്ളിയിലും മുഴങ്ങുന്ന ബാങ്ക്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയിൽ ഓതിയ അതേ ഫാത്തിഹ സൂറത്താണ് ഇന്ന് ആലമ്പാടി പള്ളിയിലെ നമസ്കാരത്തിനും നാം ഇന്ന് ഓതുന്നതെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ വെച്ച് ചൊല്ലിയ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബറാണ് ഇന്നും ഈ ആലമ്പാടി പള്ളികളിലല്ല ലോകത്തുള്ള എത്ര മുസ്ലിം പള്ളികളുണ്ടോ ആ പള്ളികളെല്ലാം ഇന്ന് ഗർജിക്കുന്നത് നബി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നതാ. അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്ന വുളൂവാണ് ഇന്ന് ഞാനും നിങ്ങളും നമസ്കാരത്തിന് മുമ്പ് തന്നെ എടുക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന വുളൂവിന് വിപരീതമായി ഇന്ന് ഒരു ഗ്രൂപ്പുകാരും ചെയ്യുന്നില്ല സഹോദരാ. ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ ഈ ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടാക്കുന്നത്? ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ തമ്മിലടിക്കുന്നത്? ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ പള്ളിക്കകത്ത് കത്തിക്കുത്ത് നടത്തുന്നത്? പരിശുദ്ധ പള്ളി അല്ലാഹുവിന്റെ ഭവനമാണ്. പള്ളിക്കകത്ത് അഭയം തേടുന്നവനെ ഒന്നും ചെയ്യരുത്. പള്ളിക്കകത്ത് കൊലവിളി നടത്തരുത്. പള്ളിക്കകത്ത് തെറി വിളിക്കരുത്. പള്ളിക്കകത്ത് ആരെയും ആക്ഷേപിക്കരുത്. അല്ലാഹുവിന്റെ ഭവനമാണ് പള്ളികൾ. അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കേണ്ടതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. ആ പള്ളിക്കകത്ത് ദിക്റുകൾ മുഴങ്ങേണ്ട പള്ളിയാണ്. സ്വലാത്തുകൾ മുഴങ്ങേണ്ട പള്ളിയാണ്. ഖുർആൻ പാരായണങ്ങൾ മുഴങ്ങേണ്ട പള്ളിയാണ്. ആരെയും കൊലവിളി നടത്താനുള്ളതല്ല. ആരോടും പ്രതികാര നടപടി സ്വീകരിക്കാനുള്ളതല്ല. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. പരിശുദ്ധമായ കഅബ എന്ന ആരാധനാലയമുണ്ടല്ലോ, ലോകത്ത് ആദ്യമായിട്ട് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു ലോകത്തിന്റെ മുന്നിൽ നിർമ്മിച്ചു കൊടുത്ത കഅബയാണല്ലോ. ഇന്ന് ലക്ഷങ്ങൾ ആ കഅബയെ വലയം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഫമൻ ദഖലഹു കാന ആമിനാ. ആ കഅബയ്ക്കകത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവനെ ഒന്നും ചെയ്യരുതേ, അവനെ വെറുതെ വിടണമേ. ആ കഅബയ്ക്കകത്തേക്ക് കയറി വന്ന് ആരെങ്കിലും സഹായം തേടിയാൽ അവനെ സംരക്ഷിക്കണമേ, അവനെ വേദനിപ്പിക്കരുതേ എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേക ശാസ്ത്രം ഈ ആലമ്പാടി പള്ളിയിൽ നിന്ന് ആ കഅബയിലേക്ക് നോക്കിയാണ് തിരിഞ്ഞ് നമസ്കരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തെ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചാലും ആ കഅബയിലേക്ക് നോക്കിയാണ് നമസ്കരിക്കുന്നത്. ഫലസ്തീനിന്റെ മക്കളെ, അവരും ഇന്ന് നമസ്കരിക്കുന്നത് കഅബയിലേക്ക് നോക്കിക്കൊണ്ടാ. ഇറാഖിന്റെ മക്കളും കുവൈറ്റിന്റെ മക്കളും മൊറോക്കോയുടെ മക്കളും ന്യൂയോർക്കിലെ മക്കളും എന്ന് അല്ലാഹയെ വിളിക്കണമെങ്കിൽ ആ കഅബയിലേക്ക് നോക്കിക്കൊണ്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ കഅബയ്ക്കകത്ത് അല്ലാഹു വെച്ച തീരുമാനം എന്തെന്നറിയുമോ? ആ കഅബയിലേക്ക് ആരെങ്കിലും വന്ന് അഭയം തേടിയാൽ അവനെ വേദനിപ്പിക്കരുതേ. 21-ാം നൂറ്റാണ്ടിൽ ഉംറയ്ക്ക് പോകുന്നവരെ, ഹജ്ജിന് പോകുന്നവരെ, ഇന്നും നിങ്ങൾ കഅബയ്ക്കകത്ത് തവാഫ് ചെയ്യുമ്പോ, ആ കഅബയെ വലയം ചെയ്യുമ്പോ, ആ മതാഫിലൂടെ കടന്നു പോകുമ്പോ, ആ മതാഫിലൂടെ പ്രദക്ഷിണം ചെയ്യുമ്പോ എത്രയെത്ര പോക്കറ്റടിക്കാരെ കാണാൻ കഴിയും. എത്രയെത്ര അഹങ്കാരികൾ പരിശുദ്ധമായ കഅബയുടെ മഹത്വം പോലും മനസ്സിലാക്കാതെ അവഗണിച്ചുകൊണ്ട് സ്ത്രീകളെ ശല്യം ചെയ്യുന്നവര് കാണും. അവര് മുനാഫിഖീകളായ അഹങ്കാരികളാണ്. പക്ഷേ ആ അഹങ്കാരികളുടെ ഓരോ രംഗങ്ങളും ക്യാമറ ഒപ്പിയെടുക്കുമ്പോ പോലീസുകാര് വന്ന് നേരിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോവലല്ല ചെയ്യുന്നത്. ആ അഹങ്കാരികളോടൊപ്പം അവർ ആ കഅബയെ വലയം ചെയ്യുകയാ. ആ അഹങ്കാരി അറിയുന്നില്ല എന്റെ പിന്നില് പോലീസ് ഉണ്ട്, എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, എന്റെ പ്രവർത്തനം വീക്ഷിക്കുന്നുണ്ട്. പോലീസ് പോലും അറിയുകയില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ആ അഹങ്കാരിയെ, ആ കള്ളനെ, നെറികെട്ടവനെ മെല്ലെ മെല്ലെ തള്ളി തള്ളി ആ മതാഫിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുക. ആ കഅബയുടെ ഓരത്ത് വെച്ച് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യുകയില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, ഫമൻ ദഖലഹു കാന ആമിനാ. ആരൊരാളെ കഅബയുടെ മുറ്റത്തേക്ക് കടന്നു വന്നാൽ അവന് പരിപൂർണ സംരക്ഷണം നൽകണേ, പരിപൂർണ സംരക്ഷണം നൽകണേ. ആരെയും കൊല്ലരുത്, ആരെയും അടിക്കരുത്, ആരെയും ആക്ഷേപിക്കരുത്.
വേട്ടയാടപ്പെടുന്ന മൃഗങ്ങൾ വന്നാൽ പോലും ആ അവറ്റകളെ നിങ്ങൾ വേട്ടയാടരുതേ. ഇത് പഠിപ്പിച്ച ഖുർആനാണ്. പള്ളിക്കകത്ത് അഹങ്കാരങ്ങളും ശബ്ദകോലാഹലങ്ങളും ഉയർത്തരുതേ. ഇത് അള്ളാന്റെ വീടാണ്, അള്ളാന്റെ വീടാണ്. അതിന് മഹത്വമുണ്ട്, അതിന് മഹത്വമുണ്ട്. അത് ആരുടെയും പ്രതികാര നടപടി സ്വീകരിക്കാനുള്ള സ്ഥലമല്ല. പരിശുദ്ധ പ്രവാചകം പഠിപ്പിച്ചത് ആർക്കെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ പള്ളിയെ സമീപിക്കണമേ, പള്ളിക്കകത്ത് കയറി 2 റക്അത്ത് നമസ്കരിക്കണമേ. നിങ്ങളുടെ ആവലാദികളും വേവലാദികളും ആ പള്ളിക്കകത്ത് വെച്ച് റബ്ബിനോട് പറയണമേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെയും മദീന പള്ളിയെയും വലയം ചെയ്യാൻ, മദീന പട്ടണത്തെ വലയം ചെയ്യാൻ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ സംഭവിച്ചാൽ അള്ളാന്റെ റസൂൽ നേരെ മദീന പള്ളിയിലേക്ക് വരുമായിരുന്നു. പള്ളിക്കകത്ത് കയറി സൂര്യഗ്രഹണത്തിന് പരിഹാരമുണ്ടാകുന്നത് വരെ, ചന്ദ്രഗ്രഹണത്തിന് പരിഹാരമുണ്ടാകുന്നത് വരെ അള്ളാന്റെ റസൂൽ സുജൂദിൽ കിടന്ന് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് സഹായം തേടിയെങ്കിൽ ലോകമേ 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 സകലമാന പ്രശ്നത്തിന്റെ പരിഹാരമാണ് മസാജിദുല്ലാഹ്, അള്ളാന്റെ പള്ളിയാണ്. ആ പള്ളിക്കകത്ത് ശബ്ദ കോലാഹലം ഉണ്ടാക്കരുതേ. മലക്കുകൾ രേഖപ്പെടുത്തും. ആ മലക്കുകളുടെ ശാപം കിട്ടിയാൽ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുകയില്ല. ആഖിബത്ത് മോശമായി പോകും. അള്ളാന്റെ പള്ളിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റണമേ. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അയ്യകുന്ന ഖൈറൻ മിൻഹുൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ ആരും അപരരെ ആക്ഷേപിക്കരുതേ. ആക്ഷേപിക്കപ്പെടുന്നവൻ ആക്ഷേപിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനായേക്കാം, ഉത്കൃഷ്ടനായേക്കാം, മഹോന്നതനായേക്കാം. അള്ളാന്റെ അടുക്കൽ ആരാണ് ഉത്കൃഷ്ടൻ, ആരാണ് നിന്ദ്യനെന്ന് ആർക്കും അറിയില്ല. ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ ആക്ഷേപിക്കരുത്. ആക്ഷേപിക്കപ്പെടുന്ന പെണ്ണ് ആക്ഷേപിക്കുന്ന പെണ്ണിനേക്കാൾ അള്ളാന്റെ അടുക്കൽ ഉത്തമയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ കളിയാക്കരുതേ, പരിഹസിക്കരുതേ, നിന്ദിക്കരുതേ, തെറി പറയരുതേ, ആക്ഷേപിക്കരുതേ. പരിശുദ്ധ ഖുർആൻ ഇതുവരെ എന്ന് വെച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, വലാ തനാബസൂ ബിൽ അൽഖാബ്. ഒരാൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ഒരു മുസ്ലിമായ സഹോദരനും സഹോദരിക്കും തന്റെ മാതാപിതാക്കൾ നല്ല ഒരു പേരിട്ടിട്ടുണ്ട്. ആ പേരല്ലാതെ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇരട്ട പേരിട്ട് ഒരാളെ വിളിക്കരുതേ, വിളിക്കരുതേ, വിളിക്കരുതേ. അങ്ങനെ വിളിച്ചു പോയാൽ അവന്റെ നന്മ അല്ലാഹു നിനക്കെടുത്തു തരുമെന്ന് നബി തങ്ങൾ നമ്മളെ അറിയിക്കുകയാ. എത്രത്തോളം ഒരാളെ ആക്ഷേപിച്ചാൽ ആ ആക്ഷേപിക്കപ്പെട്ടവൻ നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വന്നിട്ട് പറയും, അല്ലാ എന്നെ ആക്ഷേപിച്ചവനാണ് ഈ വരുന്നവൻ, എന്നെ അടിച്ചവനാണ് ഈ വരുന്നവൻ, എന്നെ തെറി പറഞ്ഞവനാണ് ഈ വരുന്നവൻ, എന്നെ അപരാധം പറഞ്ഞവനാണ് ഈ വരുന്നവൻ. അതുകൊണ്ട് അല്ലാഹുവേ, ദുനിയാവിൽ വെച്ച് എന്നെ അപരാധം പറഞ്ഞപ്പോ ഞാൻ അതെല്ലാം ക്ഷമിച്ചു പടച്ചവരെ, സഹിച്ചു പടച്ചവനെ, ഇനി ഇപ്പോൾ നീതിമാനാണ്, നീതിയുടെ ഉടമസ്ഥനാണ്, ഞങ്ങൾക്ക് നന്മ കാണിച്ചു തരണമേ, ഞങ്ങൾക്ക് വിധി നിർണയം നടത്തണമേ. നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഏതൊരു സമുദായം ആക്ഷേപിക്കപ്പെടുന്നുവോ, ഏതൊരു സമുദായം നിന്ദിക്കപ്പെടുന്നുവോ, ഏതൊരു സമുദായം ഈ ദുനിയാവിൽ വെച്ച് മറ്റൊരാളാൽ മർദ്ദനത്തിനിരയാകുന്നുവോ, ആൾബലത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ ഈ ദുനിയാവിൽ നീതി കിട്ടാതെ വന്നാൽ ജഗത് നിയന്താവായ പടച്ചതമ്പുരാൻ നാളെ ആഖിറത്തിൽ വിചാരണയുടെ വേളയിൽ സകലമാന മനുഷ്യരെയും ജീവജാലങ്ങളെയും പർവ്വതങ്ങളെയും ആകാശങ്ങളെയും ഭൂമികളെയും സസ്യലതാദികളെയും വൃക്ഷലതാദികളെയും ഉദരജീവികളെയും പക്ഷിപറവാദികളെയും പ്രാണികളെയും പൂമ്പാറ്റകളെയും എറുമ്പിൻ കൂട്ടങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ മഹ്ശറ വൻസഭയിൽ ഹാജരാക്കിയിട്ട് ഒരാൾ മറ്റൊരാളോട് ചെയ്തതിന്റെ പ്രതികാരം പടച്ച തമ്പുരാൻ നാളെ അവന്റെ കോടതിയുടെ മുന്നിൽ വെച്ച് വിധി നിർണയം നടത്തും. ഇതുവരെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ,
ഹത്താ യുഖ്തസൽ ഷാത്തിൽ ജമ്മാഉ മിനൽ ഖർന. ഏതെങ്കിലും പാവപ്പെട്ട കൊമ്പില്ലാത്ത ഒരാടിനെ കൊമ്പുള്ള ഒരാട് ഈ ദുനിയാവിൽ വെച്ച് കുത്തി പരിക്കേൽപ്പിച്ചപ്പോ കൊമ്പില്ലാത്ത ആടിന് തിരിച്ചു പ്രതികാരം ചെയ്യാൻ കഴിയാതെ അത് അവശയായി പോയെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ ഈ കൊമ്പില്ലാത്ത ആടിനെയും ഈ കുത്തിയ കൊമ്പുള്ള ആടിനെയും ഹാജരാക്കിയിട്ട് കൊമ്പില്ലാത്ത ആടിനോട് കൊമ്പുള്ള ആടിനെ കുത്തി പരിക്കേൽപ്പിക്കാൻ നാളെ മഹ്ശറ വൻസഭയിൽ വെച്ച് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ കൊമ്പില്ലാത്ത ആടിന് വേണ്ടി നീതി നിർണയം നടത്തുകയും നീതി വാങ്ങുകയും നീതി വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മഹ്ശറ വൻസഭ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരുപാട് അമലുകളുമായി നാളെ ആഖിറത്തിലേക്ക് പോകുമ്പോ ആരും ആരെയും രക്ഷപ്പെടുത്താൻ കാണുകയില്ല. എന്നിവിടെ കൊലവിളി നടത്തുന്നവനും അതിരാഹ്വാനം നടത്തുന്നവനും ഗ്രൂപ്പിന്റെ നേതാക്കന്മാരും രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരും നമുക്ക് ചുക്കാൻ പിടിക്കുന്നവനും എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ സാന്ത്വനമായ തണലായ ഇണയായ തുണയായ നമ്മുടെ താങ്ങും തണലുമായ നമ്മുടെ എല്ലാമായ നമ്മുടെ രാപ്പനി മണത്തറിയുന്ന നമുക്ക് മക്കളെ സമ്പാദിച്ചു തരുന്ന നമ്മുടെ വസ്ത്രം അലക്കി തരുന്ന നമുക്ക് ഭക്ഷണം പാചകം ചെയ്തു തരുന്ന നമ്മുടെ വസ്ത്രം ഇസ്ത്രിയിട്ട് തരുന്ന നമ്മുടെ എല്ലാമായ നമ്മുടെ പ്രിയതമയായ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ പോലും നാളെ മഹ്ശറ വൻസഭയിൽ ഓർക്കാൻ കഴിയില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്, ഫലാ യദ്കുറു അഹദുൻ അഹദ. മഹദിയായ ആയിഷ ബി റളിയല്ലാഹു അൻഹാ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചില്ലേ, നബിയേ ഫഹൽ തദ്കുറൂന അഹ്ലീകും ഇന്ന യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഞങ്ങളെ ഓർക്കാൻ അങ്ങേക്ക് സമയമുണ്ടാകുമോ നബിയേ? ഞങ്ങൾ അവിടുത്തെ പത്നിമാരാണല്ലോ, ഞങ്ങൾ അവിടുത്തെ പ്രിയതമയാണല്ലോ, അവിടുത്തെ എല്ലാമാണല്ലോ, അവിടുത്തേക്ക് വേണ്ടി റൊട്ടി ചുട്ടു തന്നവരാണല്ലോ, അവിടുത്തേക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തവരാണല്ലോ, ഞങ്ങളെ കുറിച്ച് നാളെ ഓർക്കാൻ എനിക്ക് കഴിയുമോ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ ആയിഷ നാളെ ആഖിറത്തിൽ നാളെ 3 സന്ദർഭങ്ങളിൽ അമ്മാ ഇൻദ സലാസതി മവാതിന ഫലാ യദ്കുറു അഹദുൻ അഹദ. 3 സന്ദർഭങ്ങളിൽ ആയിഷ ഒരാളും മറ്റൊരാളെ കുറിച്ച് ഓർക്കാൻ കഴിയില്ല. ആയിഷ നബിയുനാ റസൂലുള്ളാഹി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതാണ് മഹ്ശറിന്റെ അവസ്ഥ. സ്വന്തം ഭാര്യയെ കുറിച്ച് ഓർക്കാൻ സമയമില്ല, പിന്നെ മറ്റുള്ളവനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? മഹല്ലു കമ്മിറ്റിക്കാരെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? മഹല്ലു ഉസ്താദിനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? ഇ.പി. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? ഗ്രൂപ്പിന്റെ നേതാക്കന്മാരെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? ഓർക്കാൻ പറ്റുമോ? ഇവിടെ ഇന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവര് മരിച്ചു പോകും. പക്ഷെ മരിച്ചു പോയി കഴിഞ്ഞിട്ട് ഇടികൊള്ളുന്ന ആരാണ്? നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആലിമീങ്ങളെല്ലാം നമ്മുടെ ആലിമീങ്ങളാണ്, മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഒരുപക്ഷെ അവർ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അവർ നമ്മൾ ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൻ നബീന റസൂലുള്ളാഹി തങ്ങൾ അവിടെയും ചർച്ച ചെയ്തിട്ടുണ്ട്. ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിന്റെ നേതാവ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി വഫാത്താകുന്ന സമയത്താണ് ഷാഫി ഇമാം ജനിക്കുന്നത്. ആ ഷാഫി ഇമാം ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നാട്ടിൽ പോയപ്പോ കുനൂത്ത് ബഹിഷ്കരിച്ചു, കുനൂത്ത് ഒഴിവാക്കി. ഇസ്ലാമിൽ നിന്ന് പുറത്തൊന്നും പോയില്ല ഷാഫി ഇമാം. ഇന്ന് കുനൂത്ത് ഓതിയില്ല, നിസ്കാരം ബാത്തിലായി പോയി. ഒരിക്കലും ബാത്തിലായില്ല. അതുകൊണ്ട് അബാദ് സുന്നത്തിൽപ്പെട്ട കാര്യമാണ് ഈ കുനൂത്ത്. ഒരുപക്ഷെ കുനൂത്ത് ഇല്ലാതെ വിട്ടുപോയാലും നമസ്കാരം ഒന്നും ബാത്തിലാവില്ല. പക്ഷെ ഷാഫി ഇമാം റഹ്മഹുല്ലാഹ് അബൂ ഹനീഫ ഇമാമിനെ അവിടെ പിൻപറ്റുകയാണ്, മഹത്വം ആദരിച്ചു, ബഹുമാനിച്ചു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഷാഫി പണ്ഡിതന്മാർ ഷാഫി മദ്ഹബിന്റെ മഹത്വം നമ്മളെല്ലാവരും ഇന്ന് രാവിലെ സുബഹിക്ക് ഖുനൂത്ത് ഓതുമെങ്കിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹനീഫ ഇമാമിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ മദ്ഹബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വീകരിച്ചു. ഖുനൂത്ത് ആ ദിവസം ഒഴിവാക്കി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അവർക്ക് വല്ല പ്രശ്നം ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായില്ല. ഉലമാക്കൾക്കിടയിൽ ഇന്ന് ഷാഫി, ഇന്ന് ഹനഫി, ഇന്ന് ഹംബലി, ഇന്ന് മാലിക് മദ്ഹബുകളുണ്ട്. ഈ മദ്ഹബിനെ ഒന്നും നമുക്ക് എതിർക്കാൻ കഴിയില്ല. ഈ മദ്ഹബിനെ സ്വീകരിക്കാതെ നമുക്ക് ഒരു അമലും ചെയ്യാൻ പറ്റൂല. ഈ നാലാലൊരു മദ്ഹബ് കൊണ്ടല്ലാതെ കണ്ട് നമുക്ക് ഒരമലും ചെയ്യാൻ പറ്റുകയില്ല. ഓരോ വ്യക്താക്കളും ഓരോ നാട്ടിലും ഓരോ മദ്ഹബിന്റെ ഉടമകൾ കാണും. ഒരുപക്ഷെ ഏറ്റവും ഭൂരിപക്ഷം കൂടുതലും ഹനഫി മദ്ഹബുകളായിരിക്കും എന്ന് തോന്നുന്നു. എന്റെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഹനഫി മദ്ഹബുകളാണ്. അതേപോലെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവരാരും ഷാഫി ഇമാമോ ഹനഫി ഇമാമോ ഇവരൊക്കെ ചെറിയ ചെറിയ മസലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമാണെങ്കിൽ ഒരാളും ഒരാളെ കുറിച്ചും ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ അവിടുത്തെ പിൻഗാമികളായ അവിടുത്തെ ശിഷ്യന്മാർ മറ്റൊരു പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപിക്കുകയോ ചെയ്ത ചരിത്ര പാരമ്പര്യമില്ല. ഇതൊക്കെ ഇഖ്തിലാഫ്, അത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം. പക്ഷെ സാധാരണക്കാർ അതിനുവേണ്ടി
കൊടി പിടിക്കാൻ നിൽക്കണ്ട, സാധാരണക്കാരൻ അതിനു വേണ്ടി ഒത്താശ പാടാൻ നിൽക്കണ്ട. നമുക്ക് വേണ്ടത് ഐക്യമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ മയ്യത്ത് നമസ്കരിക്കും, അയാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറും മെഹ്റാബും ലോകത്തെ മുസൽമാന് വേണ്ടി ഗർജിക്കുന്നു. നമ്മൾ അറിയുന്നുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഖത്തീബ് ഖുത്ബ പ്രഭാഷണം നടത്തി ആ ഖുത്ബയിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ലോകത്തെ മുസൽമാന് വേണ്ടിയിട്ട് ദുആ ചെയ്യാറുണ്ട്. ആര് ചെയ്യുന്നു? നമ്മളെല്ലാം ആമീൻ പറയുന്നു. എല്ലാ ഗ്രൂപ്പുകാരും ആമീൻ പറയുന്നു. എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും സി ഗ്രൂപ്പും ഡി ഗ്രൂപ്പും എല്ലാം ആമീൻ ആമീൻ പറയുന്നു. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് വഖാദിൽ ഹാജാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറുകളും മെഹ്റാബുകളും ഗർജിക്കുകയല്ലേ? പരിശുദ്ധമായ കഅബയിലെ മിമ്പർ പോലും ഗർജിക്കുകയല്ലേ? മദീന പള്ളിയുടെ ഉമ്മറപ്പടി ഗർജിക്കുകയല്ലേ? അല്ലാഹുവേ അല്ലാഹുവേ, ലോകത്തുള്ള വിശ്വാസിനികൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ലോകത്തുള്ള മുസ്ലിം സഹോദരീ സഹോദരന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. പടച്ചവരെ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കരകയറ്റണമേ അല്ലാ. അല്ലാഹുവിനോട് മുസ്ലിം ലോകത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ് ഓരോ മിമ്പറും ഓരോ മിഹ്റാബ്. അല്ലാഹുമ്മ അജ്ർനി, എന്നെ നീ സ്വർഗ്ഗത്തിലേക്ക് കയറ്റണമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നല്ല ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അജ്ർനാ, പടച്ചവനെ ഞങ്ങളെ നീ സ്വർഗ്ഗലോകത്തേക്ക് കയറ്റണമേ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. വഅദ്ഖിൽനാ ബിറഹ്മതിക റബ്ബനാ ദാറക ദാറസ്സലാം. പടച്ചവനെ, ദാറുസ്സലാം എന്ന സ്വർഗ്ഗലോകത്തേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. പടച്ചവനെ, സ്വർഗ്ഗലോകത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ പടച്ചവനെ എന്ന് എല്ലാ നമസ്കാരത്തിന് ശേഷവും ഇമാമികൾ ദുആ ചെയ്യുമ്പോ നമ്മൾ ആമീൻ പറയുന്നില്ലേ? വഅദ്ഖിൽനൽ ജന്നത, പടച്ചവനെ ഞങ്ങളെ നീ സ്വർഗ്ഗത്തിലേക്ക് കയറ്റണമേ അല്ലാ. ഓരോ നമസ്കാരത്തിൽ അത്തഹിയാത്ത് ഓതുമ്പോൾ ലോകത്തെ മുസൽമാൻ അവന്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത്തഹിയാത്ത് ഓതുമ്പോ ലോക മുസ്ലിമേ, നീ പള്ളിയിൽ നമസ്കരിച്ചാലും വീട്ടിൽ നമസ്കരിച്ചാലും നമ്മുടെ ഉമ്മ പെങ്ങന്മാര് വീട്ടിൽ നമസ്കരിച്ചാലും അത്തഹിയാത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നത് ആർക്കാണെന്നറിയുമോ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പടച്ചവരെ, ഞങ്ങൾക്ക് നീ സമാധാനം നൽകണമേ. സാലിഹീങ്ങളായ ലോകത്തുള്ള നിന്റെ ദാസന്മാരുണ്ടല്ലോ, നിന്റെ ദാസിമാരുണ്ടല്ലോ, അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിലും മക്ക പള്ളിയിലും വെച്ച് ദുആ ചെയ്തുവെങ്കിൽ, അത്തഹിയാത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നുവെങ്കിൽ അവിടെ ഗ്രൂപ്പില്ലായിരുന്നു സഹോദരാ. ആരുടെ അന്ത്യമാണ് ശരിയാവുക, ആരുടെ അന്ത്യമാണ് മോശമാവുക, ആരുടെ അന്ത്യമാണ് രക്ഷപ്പെടുക എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയില്ല. ഓരോ സന്ദർഭത്തിലും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ തബ്ബിത് ഖൽബി അലാ ദീനിക വ തഅതിക വ ഈമാനിക. പടച്ചവനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിലും നിന്റെ വെളിപ്പെടലിലും നിന്റെ താഅത്തിലും നിന്റെ വിശ്വാസത്തിലും ഉറപ്പിച്ചു നിർത്തണേ അല്ലാ, ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഇന്ന് കഅബയിലേക്ക് പോകുമ്പോ, ഇന്ന് അറഫായിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഈ ദുആ നിങ്ങൾ കൂടുതൽ ചെയ്യണമേ എന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ ദുനിയാവിൽ വെച്ച് ഈമാൻ പതറിപ്പോകാതിരിക്കാനാണത്. ഏതെങ്കിലും ഒന്ന് കാണുമ്പോ നമ്മുടെ ഈമാൻ മാറിപ്പോകാതിരിക്കാനാണത്. നാളെ മഹ്ശറാവൻ സഭയിലേക്ക് പോയാൽ നമ്മെ ഇവിടെ പിഴപ്പിച്ച ഒരാൾ പോലും ആഖിറത്തിൽ നമ്മെ സഹായിക്കാൻ കാണുകയില്ല. ദുനിയാവിൽ വെച്ച് പിഴപ്പിച്ച വർഗങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാട്ടിക്കൊടുക്കുമത്രേ. വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി
بيومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه. നാളെ മഹ്ശറയിൽ ഓരോരുത്തരും വിലപിക്കുന്ന രംഗമാണിത്. ഞാനും നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഉപ്പയെ അവഗണിക്കുകയാണ്. എത്ര വലിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും, എത്ര വലിയ സംഘമുണ്ടെങ്കിലും, എത്ര വലിയ രാഷ്ട്രീയക്കാരൻ സ്വന്തം പിതാവിനെ ആരും അവഗണിക്കാറില്ല, സ്വന്തം ഉമ്മയെ ആരും അവഗണിക്കാറില്ല. സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുമക്കളുണ്ടല്ലോ, നമ്മുടെ കരളിന്റെ കഷണങ്ങളുണ്ടല്ലോ. ഉപ്പ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഉപ്പാ ഉപ്പാ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ. ഈ കുഞ്ഞുമക്കളോടുള്ള സ്നേഹം നമ്മൾ മറ്റാരോടും കാണിക്കാറില്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ കുഞ്ഞുമക്കൾ നിങ്ങൾക്കെതിരെ നാളെ വരുമത്രേ. ഈ കുഞ്ഞുമക്കൾക്കെതിരെ നിങ്ങളും നാളെ മഹ്ശറിൽ വരുമത്രേ. ഓരോ മനുഷ്യനും അവന്റെ സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളെ പോലെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ സമർപ്പിക്കും. അല്ലാ, എന്നെ എന്റെ മക്കളെ പ്രായശ്ചിത്തം നൽകിയിട്ട് എന്നെ രക്ഷപ്പെടുത്തുമോ അല്ലാ. ഓരോ മനുഷ്യനും നാളെ മഹ്ശറിൽ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വിലപിക്കുന്ന രംഗമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ولا يسأل حميم حميما ولا يسأل حميم حميما. ഇന്ന് ട്രിപ്പിൾ അടിച്ചിട്ട് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരാ, ബാല്യക്കാരാ, കൂട്ടുകാരാ, ഇന്ന് കോളേജുകളിൽ പോകുമ്പോ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ ഇല്ലേ നിങ്ങൾക്ക്? ഇന്ന് ഓരോ കൂട്ടുകാരും നിങ്ങൾക്കുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്ന് നിങ്ങൾ യാത്ര ചെയ്യുമ്പോ നിന്റെ ഉറ്റ സുഹൃത്തുമായിട്ടല്ലാതെ യാത്ര ചെയ്യുകയില്ല. ഉറങ്ങാൻ കിടക്കുമ്പോ ഉറ്റ സുഹൃത്തുമായിട്ടല്ലാതെ ഉറങ്ങാൻ കിടക്കുകയില്ല. ഭക്ഷണം കഴിക്കുമ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഉറ്റ സുഹൃത്തിനെ കൂട്ടാതെ ഭക്ഷണം കഴിക്കുകയില്ല. സിനിമയ്ക്ക് പോയാലും ഉറ്റ സുഹൃത്തിനെ കൂട്ടാതെ സിനിമയ്ക്ക് പോവുകയില്ല. കളി കാണാൻ പോയാലും, സീരിയല് കണ്ടാല്, ക്രിക്കറ്റ് കളി കണ്ടാല്, ഫുട്ബോൾ കളി കണ്ടാല്, മതപ്രസംഗത്തിന് വന്നാൽ പോലും തന്റെ ഉറ്റ സുഹൃത്തില്ലാതെ ഈ യാത്രകളൊന്നും നീ ചെയ്യുകയില്ല എങ്കിൽ ഈ ഉറ്റ സുഹൃത്തുണ്ടല്ലോ നിനക്കെതിരെ നാളെ വരുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. നാളെ മഹ്ശറ വൻസഭയിലെ ഭയാനകത നീ നേരിട്ട് കാണുമ്പോ വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരാളും തന്റെ അടുത്ത ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും ചോദിക്കുകയില്ലത്രേ. ദുനിയാവില് കൂട്ടുകാരനില്ലാതെ ഉറങ്ങാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല, യാത്ര ചെയ്യാൻ പറ്റൂല. കൂട്ടുകാരൻ. നാളെ മഹ്ശറ വൻസഭയിൽ ഖുർആൻ പറയുകയാണ്, വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരാൾ മറ്റൊരു കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കുകയില്ല. ഹമീം എന്ന് പറഞ്ഞാൽ സദീഖിന്റെ അർത്ഥമല്ല, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, രക്തത്തോട് ചേർന്ന കൂട്ടുകാരൻ, ഹൃദയത്തിന്റെ തുടിപ്പായ കൂട്ടുകാരൻ, കരളിന്റെ കഷണമായ കൂട്ടുകാരൻ, ഉറക്കത്തിലും വെളിച്ചത്തിലും ഉണർവിലുമെല്ലാം തന്നോടൊപ്പമുള്ള ആത്മാർത്ഥ സുഹൃത്ത്. ഈ ആത്മാർത്ഥ സുഹൃത്തിനെ അല്ലാഹു നാളെ കൊണ്ടുവന്ന് കാണിക്കും. യുബസ്സറൂനഹും, ഇതല്ലേ നിന്റെ കൂട്ടുകാരൻ, ഇവനല്ലേ നിന്നെ പിഴപ്പിച്ചത്, ഇവനല്ലേ നിന്നെ വഴികേടിലേക്ക് നയിച്ചത്, അതുകൊണ്ട് നീ അവനോട് ചോദിക്കൂ എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് അല്ലാഹു ഈ ആത്മാർത്ഥ സുഹൃത്തിനെ നമ്മുടെ മുന്നിൽ കാണിക്കുമ്പോ ഇവൻ പറയുകയാണ്, വലാ യസ്അലു ഹമീമുൻ ഹമീമാ, എനിക്ക് കാണണ്ട അല്ലാ, എനിക്ക് കാണണ്ട അല്ലാ, എനിക്ക് ഇവനെ കുറിച്ച് അറിയണ്ട അല്ലാ. പിന്നെ എന്താണ് ഇവന്റെ വിളിയാളം, എന്താണ് ഇവന്റെ നിലവിളി? യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ. അല്ലാഹുവേ, 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 ഈ ഭയാനകത നിറഞ്ഞ ഈ മഹ്ശറ വൻസഭയിൽ പടച്ചവരെ, എനിക്ക് എന്റെ കൂട്ടുകാരനെ കുറിച്ച് അറിയണ്ട അല്ലാ, എന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കുറിച്ച് അറിയണ്ട അല്ലാ, എന്റെ സംഘത്തിൽപ്പെട്ട, എന്റെ ഗ്രൂപ്പിൽപ്പെട്ട കൂട്ടുകാരെ എനിക്കറിയണ്ട അല്ലാ. എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ദുനിയാവിന്റെ അവസ്ഥയിൽ ഞാൻ വീണുപോയി പടച്ചവനെ, ഞാൻ പെട്ടുപോയി അല്ലാഹുവേ. ആരെല്ലാം പറഞ്ഞിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല അല്ലാ. യവദ്ദുൽ
മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ. തന്റെ പൊന്നുമോൻ, തന്റെ ബീജത്തിൽ ജനിച്ച പൊന്നുമോൾ 15 വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹു ഒരു കുഞ്ഞിനെ ഒരാൾക്ക് നൽകി എന്നിരിക്കട്ടെ. ആ പൊന്നുമോനോട് എത്രത്തോളം സ്നേഹമായിരിക്കും മാതാപിതാക്കൾ കാണിക്കുന്നതെങ്കിൽ ആ പൊന്നുമോനെ എടുത്തിട്ട് റബ്ബിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് പറയും, അള്ളാഹുവേ എന്റെ പൊന്നുമോനാണിത്, ഈ പൊന്നുമോനെ നിനക്ക് വേണ്ടി പ്രായച്ചിത്തം ചെയ്യാമല്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മക്കളോട് നമുക്ക് എന്ത് സ്നേഹമായുള്ളത്, മക്കളോട് നമുക്ക് എന്ത് സ്നേഹമായുള്ളത്. ഓരോ മനുഷ്യനും നാളെ വിലപിക്കുകയാണ്, യവത്തുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ. എന്റെ മകനെ നിനക്ക് തരാമല്ലാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. വസാഹിബതിഹി, എന്റെ കൂടെ കിടന്ന എന്റെ ഭാര്യയെ നിനക്ക് പ്രായച്ചിത്തമായി നൽകാൻ പടച്ചവനെ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വന്തം ഭാര്യമാരോട് എന്ത് സ്നേഹമാ നമുക്കുള്ളത്. നമ്മുടെ തുണയല്ലേ അവൾ, നമ്മുടെ ഇണയല്ലേ അവൾ, നമ്മുടെ തണലല്ലേ അവൾ, നമ്മുടെ എല്ലാമല്ലേ അവൾ. നമുക്ക് വേണ്ടി രാത്രി പ്രതീക്ഷിച്ചിരിക്കുന്നവൾ നമ്മുടെ ഭാര്യയല്ലേ, നമുക്ക് വേണ്ടി വിരിപ്പ് വിരിച്ചു തരുന്നവൾ അവളല്ലേ. നമ്മുടെ ശാരീരിക വികാര വിചാരങ്ങൾക്ക് പൂർത്തീകരണം നമ്മുടെ പൊന്നല്ലേ. ഈ പൊന്നായ നമ്മുടെ പ്രിയതമ പോലും നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ അവളെ സമർപ്പിച്ചിട്ട് ഓരോ അഹങ്കാരികളും പറയും, പടച്ചവനെ പടച്ചവനെ എന്റെ ഭാര്യയെ നിനക്ക് പ്രായച്ചിത്തം നൽകാമല്ലാ, എന്നെ ഈ ഭയാനകത നിറഞ്ഞ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. മതിയായില്ല എങ്കിൽ വാഹി, എന്റെ സഹോദരനെ നിനക്ക് ഞാൻ നൽകാമല്ലാ. മതിയായില്ല എങ്കിൽ എനിക്ക് അഭയം നൽകിയ എന്റെ ഉപ്പയുണ്ടല്ലോ, എന്റെ ഉമ്മയുണ്ടല്ലോ, എനിക്ക് അഭയം നൽകിയ എന്റെ രക്ഷകർത്താക്കളുണ്ടല്ലോ, എന്റെ കാരണവന്മാരുണ്ടല്ലോ, അല്ലാഹുവേ അല്ലാഹുവേ അവരെ നിനക്ക് ഞാൻ പ്രായച്ചിത്തം നൽകാമല്ലാ. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. മാശറ വൻസഭയിൽ ഓരോ മനുഷ്യനും വിലപിക്കുന്ന വിലാപമാണിത്. ഖുർആനാണ് ഈ പറയുന്നത്. ഏത് ഉസ്താദമാരോട് വേണമെങ്കിലും ചോദിച്ചോ, എനിക്ക് പ്രത്യേകമായ ഒരു ആശയമില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം മാത്രമാണ്. ഏത് ഗ്രൂപ്പുകാരായ ഉസ്താദുമാരോടും ഈ ആയത്തെടുത്തിട്ട് ചോദിക്കണം, അബൂബക്കർ വന്ന് പറഞ്ഞത് ശരിയാണോ അതല്ല തെറ്റാണോ? തഫ്സീറുകൾ നിരത്തി നോക്കിക്കോ. ഈ ദുനിയാവിൽ നമ്മൾ ഏതിനോടാണോ സ്നേഹം കാണിക്കുന്നത്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോട് താല്പര്യം കാട്ടിയിട്ട് സാദിക്കളായ പണ്ഡിതന്മാരെയോ മഹത്തുക്കളെയോ സാധാരണക്കാരെയോ ആക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയല്ലേ. നാളെ ആഖിറത്തിൽ പോയി നമ്മൾ വിലപിക്കുമ്പോ, ആഖിറത്തിൽ പോയി വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ സ്വന്തം ഉമ്മയെ തരാമല്ല, സ്വന്തം ഉപ്പയെ തരാമല്ല, സ്വന്തം ഭാര്യയെ തരാമല്ല, സ്വന്തം മക്കളെ തരാമല്ല എന്ന് നാ റബ്ബിനോട് പറയുമ്പോ അള്ളാന്റെ മറുപടി എന്തെന്നറിയുമോ? കല്ലാ ഇന്നഹാ ലളാ, ഇല്ലടാ ഇല്ലടാ സാധ്യമല്ലടാ. ദുനിയാവിൽ വെച്ച ആ സമയം കഴിഞ്ഞു പോയടോ, ഇനി സാധ്യമല്ല. ഇന്നഹാ ലളാ, ഏറ്റവും കൂടുതൽ ചൂടുള്ള കത്തിയെരിയുന്ന അഗ്നികുണ്ഡാരമായ ലളാ എന്ന നരകം നിനക്ക് വേണ്ടി പ്രതീക്ഷിക്കുകയാ. അതുകൊണ്ട് നീ അങ്ങോട്ട് പോയിക്കോ, നിനക്ക് നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ അവകാശമില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഈമാനിനെ അള്ളാഹു നിലനിർത്തട്ടെ, അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. എന്താണ് ആരുടെ ആഖിബത്ത്, എവിടെയാ രക്ഷപ്പെടുക നമുക്കറിയാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് രക്ഷ വേണം. നമ്മൾ ആരെയും കളിയാക്കാനോ പരിഹസിക്കാനോ നമ്മൾ പോണ്ട. നമുക്ക് ഐക്യം, നമ്മുടെ ജമാഅത്ത് ഏത് ജമാഅത്താണോ ആ ജമാഅത്തിന്റെ ഐക്യവും അതിന്റെ സാഹോദര്യവും നിലനിർത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഏത് ജമാഅത്തെങ്കിലും എങ്കിലും റാഹത്തായി എല്ലാ ഹൈറുകളും ഉണ്ടാവും ആ ജമാഅത്ത്. ഇല്ല ഒരാളെ കളിയാക്കിയാൽ എന്താ സംഭവിക്കുക? ഒരു ഹദീസോടെ ഒന്ന് കേട്ടോളൂ, എന്നിട്ട് ഞാൻ നിർത്താൻ പോവാണ്. കാരണം എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പ്രസംഗത്തിന് പോകണം. 9 മണിക്ക് അവിടെ തുടങ്ങുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 9 മണിക്ക് പോയാലും അവിടെ എത്തിട്ട് എത്തുകയാണ്.
ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, അതദറൂന മൽ മുഫ്ലിസ്, യേ സ്വഹാബത്തേ അതദറൂന മൽ മുഫ്ലിസ്, ആരാണ് ഒന്നുമില്ലാത്തവനെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബത്തേ? ആരാണ് ഒന്നുമില്ലാത്തവൻ? ഒന്നുമില്ലാത്തവൻ ആരാ? ഉടനെ സ്വഹാബത്ത് പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ, ഞങ്ങളിൽ ഒന്നുമില്ലാത്തവൻ നബിയെ, ഞങ്ങളിൽ ഒന്നുമില്ലാത്തവൻ ദിർഹമോ ദിനാറുകളോ മറ്റു വിഭവങ്ങളോ ഇല്ലാത്തവനാണ്. അവനാണ് ഞങ്ങളിൽ ഒന്നുമില്ലാത്തവൻ. ദിർഹമില്ല, നമ്മൾ അങ്ങനെയാണല്ലോ. ഇവിടെ ഇപ്പൊ ഒന്നുമില്ലാത്തവനാരാ? APL കാർഡ്, BPL കാർഡൊക്കെ ഇവിടെ ഉണ്ടല്ലോ. BPL കാർഡിന് ഒരുപാട് ആനുകൂല്യങ്ങളാണ്, അവരാ എല്ലാം ഉള്ളവർ. APL കാരന് ഒന്നുമില്ല. ഇപ്പൊ തിരിച്ചു വെക്കണം ഈ സാധനം. APL-ഉം BPL-ഉം, BPL എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വർഗ്ഗക്കാരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്ന് ഗവൺമെന്റ് തലത്തിൽ, സർക്കാർ തലത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ഉള്ളത്. APL കാരനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ആരാ ഉയർന്നു നിൽക്കുന്ന? ആരാ? BPL കാരനാണ്. ഗവൺമെന്റ് ആശുപത്രി പോയാലും, മെഡിക്കൽ കോളേജിൽ പോയാലും, പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോയാലും, ബാങ്കിൽ പോയാലും, ഏത് ബലാ മുസീബത്തിൽ പോയാലും ഈ സാധനം കാണിച്ചു കഴിഞ്ഞാൽ അവനും എല്ലാം ഓക്കെ. APL കാരൻ അങ്ങോട്ടോട് ഇങ്ങോട്ടോട്, അവിടുത്തെ കൊണ്ടുപോയി ഇവിടുത്തെ കൊണ്ടുപോയി, അവിടുന്ന് കൊണ്ടുപോയി, ഇങ്ങനെ തരംതിരിച്ച്. അപ്പൊ ഉയർന്നവനാരാ? BPL കാരൻ തന്നെ. നമ്മൾ APL അല്ല, വേസ്റ്റ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മൾ പറയും ആരാ ഒന്നുമില്ലാത്തവൻ? അത് BPL കാരനാ, റേഷൻ അരി തിന്നിട്ട് ജീവിക്കുന്നവനാണ്. ബാക്കിയുള്ളവരെല്ലാം മോട്ടോർ റൈസ് തിന്നുമ്പോ ഇവ സാധാരണ നൈസ് റൈസ് തിന്നിട്ട് ജീവിക്കുന്നവനാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ല, APL കാർഡ് BPL കാർഡ് ഇല്ലാത്തവനൊന്നും അല്ല. ഒന്നുമില്ലാത്തവൻ ആരെന്നറിയോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ, നമ്മുടെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ, പരിശുദ്ധ പ്രവാചകന്റെ അനുയായികളായ മുസ്ലിം സമുദായമേ, മുസ്ലിം സമുദായമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്. ഹബീബായ തങ്ങളുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണ പവിഴമാണ്, മാണിക്യമാണ്. പെറുക്കിയെടുക്കണേ, പെറുക്കിയെടുക്കണേ. അത് നിരാശയോടെ, അത് നിസാരതയോടെ കാണല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മദീന പള്ളിയിലെ ഉമ്മറപ്പടിയിലിരുന്ന് സഹാബത്തിനെ നോക്കിയിട്ട് പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ, നമ്മളിൽ ആരാണ് ദരിദ്രനെന്നറിയുവോ സഹാബത്തെ? യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ വരികയാണ്, ബിസ്സലാത്തിൻ, നമസ്കാരവുമായി, വസകാത്തിൻ, സകാത്തുമായി, വസിയാമിൻ, നോമ്പുമായി, വസദഖത്തിൻ, ദാനധർമ്മങ്ങളുമായി, വഹജ്ജിൻ, ഹജ്ജുമായി, റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാ. സ്വർഗത്തിലേക്ക് പോകാമെന്നുള്ള ആവേശത്തോടെ, സ്വർഗത്തിലേക്ക് പോകാമെന്നുള്ള വ്യാമോഹത്തോടെ അവന്റെ ഓരോ നമസ്കാരങ്ങളുമായി, തഹജ്ജുദ് നമസ്കാരങ്ങളുമായി, ഇശ്റാഖ് നമസ്കാരങ്ങളുമായി, ദുഹാ നമസ്കാരങ്ങളുമായി, സുന്നത്ത് നമസ്കാരങ്ങളുമായി നേരെ അതാ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, ഈ നമസ്കാരം നീ സ്വീകരിച്ചിട്ട് എന്നെ സ്വർഗത്തിലേക്ക് കയറ്റണമേ. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരുപാട് പേർക്ക് നോമ്പ് തുറപ്പിച്ചവരാണ്, ഒരുപാട് പേർക്ക് വെള്ളം വാങ്ങിക്കൊടുത്തവരാണ്, ഒരുപാട് പേർക്ക് കാരക്ക സമ്മാനിച്ചവരാണ്. എത്രയെത്ര രാപകലുകൾ അള്ളാഹ്ക്ക് വേണ്ടി സജീവമാക്കിയതാണ്. തന്റെ ജീവിതത്തിന്റെ എത്രയോ വർഷങ്ങളിൽ ഓർമ്മയുള്ള സമയത്ത് പോലും നോമ്പ് പിടിച്ചിട്ട് മരിക്കുന്നത് വരെ നോമ്പ് വിടാതെ പരിപൂർണമായി റമളാനിന്റെ രാപകലുകളെ സജീവമാക്കിയവനാണ്. അവനാ നോമ്പുമായി റബ്ബിന്റെ കോടതിയിലേക്ക് വരികയാ. വർഷങ്ങളായി സമ്പാദിച്ച് സ്വരൂപിച്ചു കൂട്ടിയ പണം അതെല്ലാം ശേഖരിച്ചു വെച്ച് ഹജ്ജിന് പോയ സഹോദരനാണ്. ത്യാഗത്തോടുകൂടി ഹജ്ജ് ചെയ്ത് ആ ഹജ്ജുമായി റബ്ബിന്റെ കോടതിയിലേക്ക് അതാ കടന്നു വരികയാ. തന്റെ കൈവശം കിട്ടുന്ന ചെറിയ ചെറിയ പൈസകൾ സാദിഖുകൾക്ക് വേണ്ടി സദഖകൾ ചെയ്തവനാണ്. ആ സദഖകൾ മുഴുവനുമായി റബ്ബിന്റെ കോടതിയിലേക്ക് അതാ കടന്നു വരികയാ. എത്രയെത്ര സമയം കിട്ടിയാലും, പള്ളിയിൽ പോയിരുന്നായാലും, വീട്ടിൽ പോയിരുന്നായാലും ഖുർആൻ പാരായണം നടത്തിയിട്ട് ഒരുപാട് ഖത്തം ഓതി തീർത്തവനാണ്. 100-ലേറെ ഖത്തം തീർത്തവരുണ്ട്, 50-ലേറെ ഖത്തം തീർത്തവരുണ്ട്, 1-ലേറെ ഖത്തം തീർത്തവരുണ്ട്. ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം ഖത്തം തീർക്കുന്ന സഹോദരിമാര്, സഹോദരങ്ങൾ പോലുമുണ്ട്. ഈ ഖുർആന്റെ ഓത്തുമായി നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാ. ഇവരെല്ലാം ഈ നന്മകളുമായി അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരും.
ഇതെല്ലാം ഇങ്ങനെ കാണിച്ചിട്ടൊന്ന് സ്വർഗത്തിൽ കടക്കാമല്ലോ എന്ന ബോധിയിൽ ഇങ്ങനെ വരുമ്പോ അള്ളാഹ് ഇതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യും, ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് എൻ്റർ ചെയ്ത് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുമ്പോൾ സാധനത്തിനകത്തൂടെ കയറുമ്പോ കിണുക്കോ എന്നൊരു സൗണ്ട്. എല്ലാം കേറുമ്പോ എല്ലാ ഫ്ലൈറ്റിൽ എത്താറാകുമ്പോ ഒരു സൗണ്ട് ഉടനെ എന്റെ ഷൂര്, പാൻറ്റൂര്, ഷർട്ടൂര്, അതൂര്, ഇതൂര്, മൊത്തം ഊര് മുഴുവനെ നിർത്താം. കാരണം ഈ സൗണ്ട് കേൾക്കുന്നത് എവിടുന്ന് വരുന്നതാണ്. സ്വർഗത്തിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ അതാ തനിക്കെതിരായിട്ടൊരു കൂട്ടർ കടന്നു വരികയാണ്. ഇത്തരത്തോളം ഇബാദത്തുകളുമായി റബ്ബിന്റെ കോടതിയിലേക്ക് എത്തിയവന്റെ അരികിലേക്ക് അതാ ഒരു കൂട്ടർ കടന്നു വന്നിട്ട് പറയുകയാണ്, വയതീമൻ ഖദ് ശതമ ഹാദാ വളറബ ഹാദാ വസഫക ദമ ഹാദാ وقد قذف هذا وأكل مال هذا فيعطى من حسناته ثم طرح في النار. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണിത്. അബൂബക്കർ സ്വീകരിക്കട്ടെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ സ്വീകരിക്കണേ. നാളെ ആഖിറത്തിൽ നമ്മുടെ നോമ്പ് വെറുതെയായി പോകല്ലേ, നമ്മുടെ ഖുർആനോത്ത് വെറുതെയാകരുതേ, നമ്മുടെ ഹജ്ജും ഉംറയും സകാത്തും വെറുതെയാകരുതേ, പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്ന നമസ്കാരം വെറുതെയാകരുതേ. ത്യാഗം സഹിച്ച് ഒരുമിച്ച് കൂട്ടിയ പൈസയുമായി ഹജ്ജിന് പോവുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ പോയി ആ റൗളയുടെ മുന്നിൽ നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കുമാ യാ ഖലീഫത്തൈ റസൂലില്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് മനസ്സിന് ശാന്തി തേടിയ നാം അതെല്ലാം നമ്മൾ വെറുതെയായി പോകരുതേ. ഇവര് നന്മകളുമായി ആഖിറത്തിലേക്ക് വരുമ്പോ ഒരു കൂട്ടരോടി വന്നിട്ട് റബ്ബിനോട് പറയുകയാണ്, പടച്ചവനെ ഇവനെ നീ സ്വർഗത്തിലേക്ക് അയക്കുകയാണോ അല്ലാഹുവേ? വഖദ് ഖദഫ ഹാദാ, ഞാൻ പർദ ധരിച്ചുകൊണ്ട് റോഡിലൂടെ നടക്കുമ്പോ എന്നെ അപരാധം പറഞ്ഞവനാണ് അല്ലാഹ്, എനിക്കെതിരെ അപരാധവാദവുമായി നടന്നവനാണ് അല്ലാഹ്. ഇവന്റെ പണത്തിന്റെ തിമിറ് കാരണം, പണത്തിന്റെ പവർ കാരണം അവനെതിരെ ചൂണ്ടാണി വിരൽ ഉയർത്താൻ എനിക്ക് കഴിഞ്ഞില്ല പടച്ചവനെ. അതുകൊണ്ട് നീ നീതിമാനാണ് അല്ലാഹ്. എന്നെ അപരാധം പറഞ്ഞപ്പോ ഞാൻ നിന്നിലേക്ക് സർവ്വതും സമർപ്പിച്ചു പടച്ചവനെ. ഈ ആഖിറത്തിൽ എനിക്കതിന് പരിഹാരം കാണുമെന്ന് ഉറപ്പുണ്ട് അല്ലാഹ്. ആദിലായ റബ്ബേ, നീതിമാനായ റബ്ബേ, ഈ സമയത്ത് നീ എനിക്ക് പരിഹാരം വാങ്ങി തരണമേ റബ്ബേ എന്ന് പറയുമ്പോ ഈ അമലുകളുമായി വന്നവന്റെ അമലുകൾ എടുത്തിട്ട് അല്ലാഹു ചോദിക്കും, ഇവന്റെ ഈ ആവലാതി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണേ, ഇത് ശരിയാണോ, ഇവൻ പറയുന്നത് ശരിയാണോ, ഇതിൽ വല്ല ന്യായമുണ്ടോ എന്ന് നോക്കണമേ എന്ന് പറയുമ്പോ അല്ലാഹുവേ, അല്ലാഹുവേ ഇവൻ സാധുവാണ്, പക്ഷേ എന്ത് ചെയ്യാനാണ്, പള്ളിയിൽ വന്ന് അപരാധം പറഞ്ഞവനാണ്, ചായ കുടിച്ചുകൊണ്ട് കടയുടെ പീടികയുടെ തിണ്ണയിൽ ഇരുന്നിട്ട് അപരാധം പറഞ്ഞവനാണ്, മറ്റൊരാളോട് ഫോണിലൂടെ അപരാധം പറഞ്ഞവനാണ്, വിദേശത്ത് ജോലിക്ക് പോയപ്പോ അപരാധം പറഞ്ഞവനാണ്, ഒരാണിനെ കുറിച്ചാകട്ടെ, ഒരു പെണ്ണിനെ കുറിച്ചാകട്ടെ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാകട്ടെ, ഒരു യുവതിയെ കുറിച്ചാകട്ടെ, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാകട്ടെ, മരിച്ചവരെ കുറിച്ചാകട്ടെ, നീ അറിയാതെ അപരാധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാഹി 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 തമ്പുരാനെ തന്നെയാണ് സത്യം, ഈ അമൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏതൊരു വ്യക്തിക്കെതിരെയാണോ നീ അപരാധം പറഞ്ഞത് ആ വ്യക്തിക്ക് അല്ലാഹു വാങ്ങി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഫയുഅതാ മിൻ ഹസനാതിഹി, അവന്റെ നന്മകൾ വാങ്ങി ആ സാധുവായ മനുഷ്യനോ സാധുവായ ആണിനോ സാധുവായ പെണ്ണിനോ കൊടുക്കുമ്പോ ഇവന്റെ അമലുകൾ ഒന്നുമില്ല, ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായ അമലുകളാണ്. സുമ്മ തുരിഹ ഫിന്നാർ. ഇത്രത്തോളം നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും ഇബാദത്തുമായി പോയ ഈ മനുഷ്യരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തള്ളിയിടുന്നത് ഭയങ്കരമായ അഹങ്കാരികൾക്ക് വേണ്ടി, അധർമ്മകാരികൾക്ക് വേണ്ടി, ഗുണംകെട്ട പരാജിതർക്ക് വേണ്ടി ഒരുക്കി വെച്ച നരകകുണ്ടാരത്തിലേക്ക് ഈ നമസ്കാരവും നോമ്പും സക്കാത്തുമായി പോയ മനുഷ്യനെ നാളെ തള്ളിയിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്, മുത്തായ വാക്കാണ്. ഒന്നുമില്ലാതെ അവൻ നാളെ നരകത്തിൽ കിടക്കേണ്ടി വരും സഹോദര. ഇവനാണ് മുഫ്ലിസ്, ഇവനാണ് ഒന്നുമില്ലാത്തവൻ. നബിയുനാ റസൂലുള്ളാഹി ഇവനാണ് ഒന്നുമില്ലാത്ത BPL, ഒറിജിനൽ BPL. അതാണ്
ഇവിടെ നമുക്ക് BPL ഇല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് BPL ആക്കാൻ പറ്റും. പാസ്പോർട്ടിൽ ECNR ഇല്ലെങ്കിൽ ഫുലൂസ് കൊടുത്തിട്ട് ECNR അടിക്കും, അല്ലെങ്കിൽ കാസർഗോഡ് എംബസിയിൽ എന്തെങ്കിലും അടിച്ചു കിട്ടും. ഇതൊക്കെ സ്വാഭാവികം. ഇവിടെ നമുക്ക് എല്ലാം ഓക്കെ, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ലാതാവരുത്. അപ്പൊ ഇവിടുന്ന് ഒരാളെ കുറിച്ച് അനാവശ്യ അപരാധമൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയാൽ മുഫ്ലിസ് ഒന്നുമില്ല. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹാബാക്കളെ കുറിച്ച് പറഞ്ഞിട്ട് അവർക്ക് ശേഷം വന്നവരെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബനാ ഇഗ്ഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഞാനൊരു ചെറിയ ദ്വാരൊക്കെ ഉസ്താദ് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ഇൻഷാ അല്ലാഹ്. എന്തായാലും വന്നില്ല ഞങ്ങൾ 8-9 മണി എല്ലാം ആയുള്ളൂ. പെണ്ണുങ്ങൾക്ക് 9:30 വീട്ടിൽ എത്തിയാൽ മതി, 9:30 സീരിയൽ. അപ്പൊ അതുകൊണ്ട് അരമണിക്കൂർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖാദൽ മുഖറബ ഇൻദക യൗമിൽ ഖിയാമ. അർഹമർ റഹീമായ അല്ലാഹു കരുണയുള്ളവനെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ, ഞങ്ങളെ നീ സഹായിക്കണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ ഈ സംസാരത്തെ നീ കബൂലാക്കണേ പടച്ചവനെ, ഞങ്ങളുടെ പാവങ്ങളെ മാപ്പാക്കണേ പടച്ചവനെ, ഞങ്ങളുടെ ഉപദേശങ്ങളെ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹു ഏതൊരു മഹാനുഭാവന്റെ സ്മരണാർത്ഥം ഞങ്ങൾ ഒരുമിച്ച് കൂടിയോ അദ്ദേഹത്തെ ഞങ്ങളെല്ലാം നീ നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ പട്ടിക ഉൾപ്പെടുത്തണേ പടച്ചവനെ. നീ ഞങ്ങളെല്ലാം ഉയർന്ന ദർജയിൽ സ്വർഗ്ഗത്തിൽ എത്തിക്കണേ പടച്ചവനെ. ആരുടെയും ആക്ഷേപത്തിന് വഴങ്ങുന്നവരായി ഞങ്ങളെ നീ മാറ്റല്ലേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളെ എല്ലാവരെയും നീ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ വക്താക്കളാക്കി മാറ്റണേ പടച്ചവനെ. ഞങ്ങളെ ആരെയും അതിൽ നിന്ന് ഒഴിവാക്കല്ലേ പടച്ചവനെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നീ മാറ്റി കൊടുക്കുക പടച്ചവനെ. നീയാണ് ഖാദിർ പടച്ചവനെ, നീയാണ് ഖാലിഖ് പടച്ചവനെ, നീയാണ് മാലിക് പടച്ചവനെ. അല്ലാഹു നിന്റെ റിസ്ക് നിന്ന് നിന്റെ വഴികളെ സ്വീകരിക്കുന്ന ഞങ്ങൾ നീ ഞങ്ങളെ ഹിദായത്തിന്റെ വഴികളിലും അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ വഴികളിലും നടത്തിക്കണേ പടച്ചവനെ. യാ അല്ലാഹ് ഞങ്ങൾ പിഴച്ചു പോകാനല്ല പടച്ചവനെ ഈ ഒരു കോലം കെട്ടി നടക്കുന്നത് പടച്ചവനെ. നാളെ സ്വർഗ്ഗത്തിലെത്താനാണ് പടച്ചവനെ ഈ സമയം വരെ നസീഹത്ത് ചെയ്യുന്ന ഉപദേശം നടത്തുന്നതും അല്ലാഹു ഈ ആലിമീങ്ങളുടെ സദസ്സിലും സാധുക്കളായ പണ്ഡിതന്മാരുടെ സദസ്സിലൊക്കെ പങ്കെടുക്കുന്നത് റബ്ബേ നിന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയാണ് പടച്ചവനെ. യാ അല്ലാഹ് മുനാഫിക്കുകളുടെ വേഷം ഞങ്ങൾ കെട്ടില്ല പടച്ചവനെ. നിനക്കറിയാം പടച്ചവനെ, നീ അറിയുന്നവനാണ് പടച്ചവനെ. നിനക്ക് ആരും ഒന്നും അറിയിച്ചു തരേണ്ടതില്ല പടച്ചവനെ. നീ ഹക്ക് മനസ്സിലാക്കി കൊടു പടച്ചവനെ, സത്യം മനസ്സിലാക്കി കൊടു പടച്ചവനെ. ഞങ്ങളെ നീ ഹക്കിന്റെ മാർഗത്തിൽ നിലനിർത്ത് പടച്ചവനെ. ഞങ്ങളെ നീ വ്യതിചലിപ്പിക്കല്ലേ അല്ലാഹുവേ. ഈമാൻ ഞങ്ങൾക്ക് പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ലേ പടച്ചവനെ. ഞങ്ങൾക്ക് ദുനിയാവ് വേണ്ട പടച്ചവനെ, ആഖിറം മതി പടച്ചവനെ, ആഖിബത്ത് നന്നാക്കി തന്നാ മതി പടച്ചവനെ. യാ അല്ലാഹ് ഈ പാവപ്പെട്ടവനും ഈ സാധുക്കളും ആഗ്രഹിക്കുന്നത് അതാണ് പടച്ചവനെ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ആ സംശയങ്ങളെല്ലാം ശൈത്താനിന്റെ ഭാഗത്തു നിന്നാണ്. അതെല്ലാം നീ ഒഴിവാക്കി കൊടുക്ക് പടച്ചവനെ, ഒഴിവാക്കി കൊടു പടച്ചവനെ. ഞങ്ങളെ എല്ലാവരെയും നീ കൂട്ടം കൂട്ടമായി നബിതങ്ങളുടെ ശഫാഅത്തിന് അർഹരാക്ക് പടച്ചവനെ. നീ സംശയം ഉന്നയിക്കുന്നവരെയും സംശയാലുക്കളെയും സംശയം പ്രകടിപ്പിക്കപ്പെടുന്നവരെയൊക്കെ നീ രക്ഷപ്പെടുത്ത പടച്ചവനെ. അല്ലാഹ് നബിതങ്ങളുടെ ശഫാഅത്തിന് അർഹത നൽകു പടച്ചവനെ. ഹബീബായ തങ്ങളുടെ മുബാറക്കായ കൈക്ക് പിടിച്ച് സ്വർഗ്ഗത്തിൽ കടക്കാൻ തൗഫീഖ് താ പടച്ചവനെ. അവിടുത്തെ മുബാറക്കായ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ തൗഫീഖ് താ പടച്ചവനെ. അതിന് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ പടച്ചവനെ. ഒരാളെ ഒഴിവാക്കല്ല യാ അല്ലാഹ്. ഈ ജമാഅത്തിലും ഈ നാടിലും നീ ഖൈർ നൽകു പടച്ചവനെ. ഈ നാട്ടുകാർക്ക് ഖൈർ നൽകു പടച്ചവനെ. നമ്മളെ ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന ഈ മഹല്ല് നിവാസികള്, ബഹുമാനപ്പെട്ട റദ്ദുച്ച അഹമ്മദിച്ച, ഇവിടുത്തെ ഉസ്താദന്മാര്, അല്ലാഹുവേ ഈ നാട്ടുകാർ അവരെല്ലാം നീ അനുഗ്രഹിക്കു പടച്ചവനെ. അല്ലാഹുവേ അവർക്കെല്ലാം ഉന്നതമായ കൂലി ദുനിയാവിലും ആഖിറത്തിലും നൽകു പടച്ചവനെ. ഇത്രയും സമയം ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ സാധുക്കളായ സഹോദരി സഹോദരന്മാർ അവരെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടു പടച്ചവനെ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വല്ല അപാകതകളോ വീഴ്ചകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആലമ്പാടി ഉസ്താദിനെ നീ പുറത്തുകൂടി പടച്ചവനെ. ഖബർ വിശാലപ്പെടുത്ത അല്ലാഹുവേ. സ്വർഗ്ഗത്തിന്റെ സോപാനമാക്കി കൊടുക്കു പടച്ചവനെ. അവരെ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ പടച്ചവനെ. ഞങ്ങളുടെ ദീനി ഖിദ്മത്തുകളെ നീ സ്വീകരിക്കണേ പടച്ചവനെ. ഈ ദുആ നീ ഖബൂലാക്കണേ പടച്ചവനെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീൽ അംബിയാൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.